ദൈവമേ, കമന്റ് വന്നാൽ മതിയായിരുന്നു. വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഹായ്. ഹലോ, ഹായ്. ഹനു ഹായ്. എന്താ സൈഡ് വെക്കാം അല്ലേ? ഈ സൈഡ് വെക്കാം കേട്ടോ ഈ ഫോണ്. കറുപ്പു ഹായ് അണ്ണി. മുത്തുകുമാർ ഹൗ ആർ യു? ഇന്ന് സുന്ദരിയായിരിക്കുന്നു. താങ്ക് യു ഏട്ടാ. മുഹമ്മദ് ഏട്ടാ. മൈ ഹാർട്ട്. അജയ് കുമാർ ഹായ്. റാസുക്കുട്ടി ഹായ്. അമീർ ഐ ലവ് യു. ശിവ ഹായ്. രവിയേട്ടാ ഹായ്. രവിയേട്ടാ സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? വീര ഹാപ്പി വുമൻസ് ഡേ മൈ ഡിയർ കുമാർ. താങ്ക് യു. ഒരു സാധനം ഇവിടെ എന്താ വെക്കുക? ഇപ്പോൾ ശരിയായോ? ഇല്ല ഏട്ടാ, വേറെ ഫോൺ വെച്ചിരിക്കണം അപ്പുറത്ത്. ഹായ് മുത്തേ, സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഗുഡ് നൈറ്റ് മുത്തേ. ഗുഡ് നൈറ്റ് പറയാ. അപ്പൊ ശിവരാത്രി ശിവരാത്രി ആഘോഷിക്കുന്നില്ല? അന്നമ്മോ മെസ്സേജ് ഒക്കെ ശരിക്കും കിട്ടുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് ഡ്രസ്സ്. താങ്ക് യു ഏട്ടാ. രവി ഏട്ടാ. പളനിസ്വാമി തമിഴ് സോങ് ഇപ്പൊ പാടിയേ ഉള്ളൂ കേട്ടോ. റോസാപ്പൂ ഇരിക്കുതുങ്ക ഒരു വാർത്ത சொல்லிடுங்க. സെൽവരാജ് ഹായ്. ഗുഡ് നൈറ്റ്. മുത്തുകുമാർ സ്മൈല്. ചിരിക്കുന്നുണ്ടല്ലോ ഞാന്. കുമാർ പാട്ട് സൂപ്പർ. താങ്ക് യു. ഇതിൽ വരുന്നില്ല കേട്ടോ, എൻ്റെ ഫോണിൽ വരുന്നില്ല. വേറൊരു ഫോൺ വെച്ചിട്ട് അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. കുട്ടിയെ എന്താ പറയണ? ശിവരാത്രി ആഘോഷത്തെ മുത്തേ. ഹാപ്പി വുമൻസ് ഡേ ആണ്. ഇന്നാണോ? രാമദാസ് ഹായ് ഡിയർ ഐ ലവ് യു. എൻ്റെ ഫോൺ അവിടെയാണ് ഇരിക്കുന്നത്, ഇത് വേറൊരു ഫോണാണ്. കമന്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ശിവകുമാർ യു ഹെയർ സ്റ്റൈൽ ആഘോഷിക്കാം. ഉറങ്ങാതെ ഇരുന്നോ? അന്നമ്മോ ആ മെസ്സേജ് ഒന്നുകൂടി വായിക്കാമോ? അന്നമ്മോ വായിച്ചത് ഞാൻ കേട്ടില്ല. ദൈവമേ, ഇനി അത് തപ്പാൻ നിൽക്കുകയാണോ? തപ്പാൻ പറ്റുമോ നോക്കട്ടെ ഈ ഫോണില്. രാധേട്ടാ. അന്നമ്മോ മെസ്സേജൊക്കെ ശരിക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. ഇല്ല ഏട്ടാ, കിട്ടുന്നില്ല. എൻ്റെ ഫോണിൽ കിട്ടുന്നില്ല. എൻ്റെ മുഖമാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഞാൻ ഫോൺ വെച്ചിട്ട് അതിലെ കമാൻഡാണ് വായിക്കുന്നത്. അതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ 2 ദിവസം ഫേസ്ബുക്ക് പോയി. അതേല്ലേ? കുമ്മര വേലി മേസ്. ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഇനി ഫേസ്ബുക്കിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് അറിയില്ല.
കൊടുത്തിട്ടുണ്ട്. വാസു ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. രമേശ് ഗുഡ് നൈറ്റ്. എങ്ങനെ എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? കൊള്ളാലോ. വിനായകർ 3 മണികണ്ഠൻ വൈ ആർ യു കമ്മിങ് ടു ലൈവ് ഡെയിലി? ചുമ്മാ ടൈം പാസ്. രഘുരാജ് മുഹമ്മദ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹാപ്പി വുമൻസ് ഡേ. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു വാസു. ഷൈജു ബൈ ബൈ ഗുഡ് നൈറ്റ്. രാജ്കുമാർ. എന്നിട്ട് അന്നമ്മോ ഈ ഐഡിയ ഒക്കെ ആര് പറഞ്ഞു തന്നു? എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ്. കിടന്നില്ല ഏട്ടാ ബാബേട്ടാ. വീഡിയോ മണികണ്ഠൻ ചുവന്ന സുന്ദരി. അയ്യോ, ചുവന്ന സുന്ദരി ഒന്നല്ല, ചോളം ചുവപ്പാണ്, ചുടിയും ചുവപ്പാണ്. എന്തോ പറഞ്ഞു. എപ്പിയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. എൻ്റെ ഫോണ് നമുക്ക് ഈ ഫോണ് കിട്ടുമ്പോഴേ ഇനി ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാപ്പി. ഇപ്പം അടുത്തൊരു ഫോൺ വേണം. നല്ല ക്യൂട്ട്. താങ്ക് യു എൻ്റെ സുന്ദരിക്കുട്ടി. ഏട്ടാ സുഖമല്ലേ ഏട്ടാ? റോയ് ഏട്ടാ സുഖമായിരിക്കുന്നു. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക്. ഇനി എന്ത് ചെയ്യുമോ? ഹാപ്പി വുമൻസ് ഡേ അനിത. ഓക്കെ ഗോവിന്ദരാജ് താങ്ക് യു. സരവണൻ ഗുഡ് നൈറ്റ്. ഇതിലൊന്നും വരുന്നില്ല, വെറുതെ. വളരെ ശരി. അനു ഷാൾ മാത്രമേ കാണുന്നുള്ളൂ. ഷാൾ ചുരിദാർ കാണുന്നില്ല അല്ലേ? കമൽ പി ജെ മേട്ടാ ആണ്. ഓക്കെ ഓക്കെ മാം. മുടി കറുത്തിട്ടാണ്. അതെ. മാരിയപ്പൻ ഷാജഹാൻ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയരുത് കേട്ടോ. ഞാനേ 2 ഫോണും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഒരു ഫോണ് എന്താ ചെയ്യാ, നല്ല ഫോണ് വാങ്ങിക്കണം. എല്ലാ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു. അന്നമ്മോ ഇന്ന് അമ്പലത്തിലാണോ പോയത് അതോ പള്ളിയിലാണോ പോയത്? ഞാൻ എവിടെ പോയില്ല മൊത്തത്തിൽ. ബാഡ് കമന്റ് ഞാൻ എങ്ങനെ? നമുക്ക് ഇത് ലൈവ് കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്യാം, വേറെ ഒരു വഴിയും ഇല്ല. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല റോയേട്ടാ. അനിതയെ കണ്ടിട്ട് കുറെ ആയല്ലോ, എന്നെ മറന്നോ അനി? ഇല്ല ഏട്ടാ. ശ്രീകുമാർ ഏട്ടാ. ഷബീർ ഹായ്. ലൈവ് കഴിഞ്ഞതിന് ശേഷം തപ്പി ബ്ലോക്ക് ചെയ്യാം. ഗുഡ് നൈറ്റ്. ഷാജഹാൻ ലവ്. പളനിസ്വാമി ഗുഡ്. പിന്നെന്താ? സുന്ദരിയായിട്ടുണ്ടോ വാസു? താങ്ക് യു. ലൈവ് കണ്ടിട്ട് അനിതയുടെ പഴയ വീഡിയോ കാണാം. അതല്ലേ അനു? ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ ഫോണ്. എൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ വന്നാലല്ലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വേറെ ഫോണാണ്. പള്ളിയിലായിരുന്ന പോകില്ലല്ലോ. പോകും. എന്താണ്, ഞാനെല്ലാവിടെയും പോകും. ഡ്രസ്സ് അടിപൊളി. താങ്ക് യു. സൂപ്പർ മോളെ. താങ്ക് യു. ഹായ് ഡിയർ ഗേൾ അജിത്ത്. തമിഴ് പാട്ട് അനിതമ്മോ? തമിഴ് പാട്ട്. ജയൻ കുമാർ മൈ ലവ്. എന്താ ചെയ്യാ അന്നമ്മോ എവിടെ ആയിരുന്നു? കാണാനില്ല. ഇത്ര നേരമില്ല, ഒന്നും ചെയ്തില്ല, ഉണ്ടാതിരുന്നു. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നു. ഫോണ് കിട്ടിയപ്പോൾ മെല്ലെ എടുത്തിട്ട് വന്നു കേട്ടോ. വടക്കന്തര വേലയ്ക്ക് പോയില്ലേ? ഇല്ല ഏട്ടാ. കേട്ടു ആവ ചേച്ചി. ഓക്കെ. ജെപിക്ക് കപ്പ് അടിച്ചതിൻ്റെ അഭിനന്ദനങ്ങളില്ലേ? ഞാൻ 3ാം സ്ഥാനം. മണിയെ കാണുന്നില്ലല്ലോ. അതാണ് ഞാനും നോക്കിയത്. 3ാം സ്ഥാനത്തേക്ക് എത്തി, മണിയെ കാണുന്നില്ലല്ലോ. അതെന്നെ ഏട്ടാ, കാണുന്നില്ല. പത്മനാഭൻ പപ്പൻ ഹായ്. നാളെ കാണാം കേട്ടോ. റോയ് ഏട്ടാ എന്ത് പറ്റിയേട്ടാ? ശിവരാത്രി ആയിട്ട് ഉറങ്ങാതിരിക്കാതെ പോകുന്നു പെട്ടെന്ന്. ഒരു 12 മണി വരെയെങ്കിലും ഇരിക്കുക ഏട്ടാ.
രാജ് ഡിന്നറെല്ലാം കഴിച്ചു രാജ്. സുഖമായിരിക്കുന്നു. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. ഇന്ന് ഉറക്കം ഒഴിക്കുന്നുണ്ടോ? ഇല്ല ഏട്ടാ. വിനീഷ് ഹായ് രാധേട്ടാ. ഇവിടെയാണ് കേട്ടാ, ഈ ഫോണിലാണ്. അതമ്മ കാണാം. സൈലന്റ് ചെയ്യട്ടാ ഫോണ്. അമ്മേ ഇതെന്തത് വല്ലാത്ത ജാതി. ഇതിൽ കുറെ വരുന്നുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നമസ്കാരം. റോബിനേട്ട അമ്പലത്തിലൊക്കെ പോയോ? ഉച്ചയ്ക്കാണ്. എന്താ ചെയ്യാ, ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ കാണാറുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ റോബിനേട്ടാ, കിട്ടുന്നില്ല. ഉറങ്ങുന്നു വാസുവേട്ടാ. ഹസ്ബൻഡിന്റെ ഫോണാണ് ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഹസ്ബൻഡിന്റെ ഫോണാണ്. ഇതിലാണ് വായിക്കുന്നത് കേട്ടോ. ഇതിലും എന്നെ കാണുന്നില്ലേ? എന്താ എനിക്ക് കാണാത്തത്? ചിലത് വായിക്കുന്നില്ല. അതേ ഏട്ടാ, ഈ ഫോൺ എങ്ങനെ വെക്കുക? നമുക്കെങ്ങനെ ഒരു ഫോൺ വെക്കാനേ ഞാൻ കാരണം പാടുപെടുന്നു. ഇപ്പൊ 2 ഫോണാകുമ്പോ പരവല്ല രാജ് പോലെ. ശിവരാത്രി, ഹാപ്പി ശിവരാത്രി. സോമൻ സൂപ്പർ താങ്ക് യു. വണക്കം. നന്ദൻ മുത്തുകുമാർ ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നാളെ കാണാം കേട്ടോ. കോയമ്പത്തൂരിൽ പുറത്തു പോകുന്ന കാര്യം മാത്രം ആരും പറയല്ലേ. പുറത്തു പോകുന്ന കാര്യല്ലേ? ഹസ് സൂപ്പർ. അല്ല, അത് ഞാനാ. യെസ്. எப்படி கண்டுபிடிச்சிங்க ராஜ்? வேற லெவலு. எப்படி கண்டுபிடிச்சிங்க? இதுல ஒண்ணுமே எழுதல. பின்னாடி எழுதிருக்கிறோம் பார்க்கட்டும். ഒന്നുമേ എഴുതല. எப்படி കണ്ടുപിടിച്ചിங்க രാജ്? വേറെ ലെവല്. ഇത് ഒരു ജോലിയാണോ? ഇതൊരു ജോലിയൊന്നും അല്ല ഏട്ടാ. ഇതെന്ത് ജോലി? ഒരു പണിയും ഇല്ലേ? ഞാൻ എൻ്റെ മമ്മി ആയിക്കോട്ടെ. ആരുടെ മമ്മി? ഏട്ടൻ്റെ മമ്മിയോ? ശരി, ആയിക്കോട്ടെ ഏട്ടാ. സുധീർ ഹാപ്പി വുമൻസ് ഡേ. ഓക്കെ. കൃഷ്ണമൂർത്തി ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. മുത്തുമണിമാല എന്നെ തൊട്ട് താലാട്ട് കത്തിലെ സേല. ഏഴുമലൈ ഐ ലവ് യു. സുധീർ ഹാപ്പി ശിവരാത്രി. സുധീരേട്ടാ, ഞാനിപ്പോ എൻ്റെ ഫോണിൽ വരാത്തതുകൊണ്ടേ. ഹായ് സുരേഷ് ഏട്ടാ. ഹായ് പെങ്ങളെ. സുഖമായിരിക്കുന്ന ഏട്ടാ. ഫുഡൊക്കെ കഴിച്ചു. ഏട്ടൻ കഴിച്ചേട്ടാ. എന്താണ് സ്പെഷ്യൽ? എന്താണ് ശിവരാത്രി ആയിട്ട്? പളനി ഏഴുമലൈ ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. അനു, ശിവരാത്രി ആഘോഷിക്കാറുണ്ടോ? ഇപ്പം ഇല്ല, കുറച്ച് വർഷങ്ങളായിട്ടില്ല. ഫുഡ് കഴിച്ചോ? ചെറുപ്പത്തിലൊക്കെ ഞാൻ വ്രതമൊക്കെ എടുത്ത് ഉറക്കമൊക്കെ ഒഴിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ജെറിനേട്ട ഹായ്. മുരുകാനന്ദം വിപിൻ. ഇപ്പോൾ പാടിയ പാട്ട് കൊള്ളാം. എന്ത് പാട്ടാണ് ഞാൻ പാടിയത് ഫ്രണ്ട്സേ? പളനിസ്വാമി സോങ്. സെൽവരാജു ഹായ് മാം, ഗുഡ് നൈറ്റ്, നൈസ് ഡേ. ദിനേശ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഫോണിൽ ഭയങ്കര ഒരു ക്ലാരിറ്റി കുറവായിട്ട് വീഡിയോ കാണുന്നു കേട്ടോ. കുട്ടികളോട് ചോദിച്ചിട്ട് പോരെ അനിതേ അമ്മയാകുന്നത്? ഇല്ല, അമ്മ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ എന്നെ അമ്മ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹായ് ജെറിൻ റോജ. ഹായ് നോ ദാറ്റ് യു റിയലി ലവ് യു. വേലുസ്വാമി മുരുകൻ ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഗുഡ് നൈറ്റ്. ഷാജഹാൻ ലവ് ഫീക്ക്. ഞാൻ വിചാരിച്ചു മറന്നു എന്ന്. ഇല്ല സുധീരേട്ടാ, അതെങ്ങനെയാ മറക്കുക കേട്ടാ. രാജീവ് മഹേഷ് വിശ്വദാസൻ മുരുകൻ ഗുഡ് നൈറ്റ്. 2 ഫോണിലാണോ ലൈവ്? അതെ. എനി വുമൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം ദർ? നോ ഡിയർ, നോ രാജ്. ഇല്ല.
അന്നമ്മോ, എൻ്റെ കുക്കു കുക്കു കുയിലിനി ഉണ്ടാവില്ല അല്ലേ? ഇത് ലാസ്റ്റ് ചോദ്യം. ഓ, ദേഷ്യം വരണ്ട ഏട്ടാ. ഇന്ന് ഈ ഡ്രസ്സിൽ കുക്കു കുക്കു ചെയ്യായിരുന്നു അല്ലേ? ഞാനത് ഇപ്പോഴല്ലേ ഇട്ടത്. ചെയ്യാട്ടോളൂ ഏട്ടാ. ഹായ് ബിനീഷ് ചേട്ടാ. ഫോൺ നമ്പർ പ്ലീസ്. ജെ പി ഏട്ടാ, എന്താണ് എവിടെയാണ് ഏട്ടാ? ഇന്നലെ ലൈവിൽ വന്നില്ല, ഉച്ചയ്ക്ക് വന്നില്ല. ശരിയില്ല കേട്ടോളെ, മിണ്ടില്ല. മുരുകൻ ഇന്ന് ഫസ്റ്റ് ആണ് ഏട്ടെ. കോയമ്പത്തൂർ ശിവ ക്ഷേത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ പോകത്തില്ലായിരുന്നു. ഇല്ല, ഇവിടെ ഇല്ല, അടുത്തില്ല കേട്ടോ. വനിത കൃഷ്ണമൂർത്തി, ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. കഴിച്ചു. ഞാൻ അമ്മൂമ്മ എന്ന് വിളിക്കട്ടെ? വിളിച്ചോളൂ ഏട്ടാ. ബിനീഷ് ഏട്ടാ, എന്താ കറിയല്ലെന്ന്? ദോശ, ഇഡ്ഡലി, ചട്നി, സാമ്പാർ. ഡിന്നർ സാപ്പിട്ടീங்க. സരവണൻ ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഫ്രണ്ട് വിപിൻ. അനിത, ഞാനും ഉള്ളത് ലൈവ് കാണും. പിന്നെ ഹായ് ജെ പി മുത്തുകുമാർ, യു വോയിസ്. താങ്ക് യു സരവണൻ. ഹായ്. ഞാൻ ഈ കമ്മലില്ലാന്ന് വിചാരിച്ചാണ് കേട്ടോ. അത് ഭയങ്കര വേദന, പക്ഷെ കൊള്ളാമോ? ഇതിടാന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ വേദന സഹിക്കാൻ വയ്യ. കമ്മലുണ്ട്. ഇതാണ് മാച്ച്. പിന്നെ എന്നിട്ട് എന്താണ്, ശിവരാത്രി ആയിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താണ് നിഷ് കുമാർ, എന്നെങ്കിലും അമ്മൂമ്മ ആകുമല്ലേ? എന്നാണെങ്കിലും അമ്മൂമ്മ ആകുമല്ലോ. അതെന്നെ. നാട്ടിലെവിടെയാ? പാലക്കാട് ഏട്ടാ. മണികണ്ഠൻ സൂപ്പർ. ജെ പി ഏട്ടാ, കപ്പ അടിച്ചതിന് അഭിനന്ദനങ്ങൾ. ഇന്ന് സാമ്പാറിന് മുരിങ്ങ കിട്ടിയോ? ഇന്ന് സാമ്പാറിന് മുരിങ്ങ കിട്ടിയോ? ഇല്ല ഏട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? അടിപൊളി. ഗിരിയേട്ടാ, താങ്ക് യു ഏട്ടാ. ആഹാരം കഴിച്ചു ജോസേട്ടൻ കഴിച്ചേട്ടാ. കമ്മൽ കൊള്ളാം. ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. വിഷ്ണു ഏട്ടാ, താങ്ക് യു ഏട്ടാ. രാധേട്ടൻ്റെ റീൽസ് ചെയ്തില്ല, കഷ്ടമായി പോയി. ജെറിൻ ഡൺ. ജെ പി ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? പാലക്കാട് എവിടെ എത്തിയ? പാലക്കാട് എവിടെ? പാലക്കാട് ദേവത എന്നോ? പള്ളി മുരുക പ്ലീസ്. ഹായ് അനന്ത, ഗുഡ് നൈറ്റ്. ഉദയേട്ടാ, ഹായ് ഏട്ടാ. രാജൻ റിങ്, മാച്ചിങ് റിങ്. ഓക്കെ. ആമാ. ഉച്ചയ്ക്ക് വന്നിട്ട് എന്താ മിണ്ടിയില്ലാന്നോ? 2 ഫോൺ വെച്ചിട്ടാ ലൈവ് ചെയ്തിന്. ശിവനെ കണ്ടോ മോളോ? ഇല്ല ഏട്ടാ. കൃഷ്ണമൂർത്തി സൂപ്പർ. ഞാൻ ഉറങ്ങുന്നില്ല, നീയും ഉറങ്ങണ്ട. വിഷ്ണു, പാലക്കാടിന് എവിടെ? പാലക്കാടിൽ കൊട്ടേക്കാട് ഏട്ടാ. കൃഷ്ണമൂർത്തി സൂപ്പർ. എന്നിട്ട് എന്താണ് പിന്നെ പാട്ടൊക്കെ എഴുതി വിടേട്ടാ. എന്താ പാട്ടൊന്നും എഴുതി വിടാത്തത്? ജെ പി ഏട്ടാ, താങ്ക്സ് രാധേട്ടാ. ഇതിലിങ്ങനെ നോക്കാട്ടോ, സൂപ്പറാണ്. ഇതിങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വേറെ അവിടേക്കൊന്നും പോവില്ല. കൊള്ളാം, കമ്മൽ കൊള്ളാം. ആഹാരം കഴിച്ചോ? അടിപൊളിയാണിത്. ഈ ഫോൺ കുറച്ച് നന്നായിട്ടുണ്ട്. എല്ലാവരും ചിരിക്കുന്നു. ജെറിനേട്ടൻ, എനി സോങ്സ്? ഓ, നീങ്ങ എഴുതുക. കൃഷ്ണമൂർത്തി സൂപ്പർ. പാവങ്ങളുടെ രാജകുമാരി. ഞാനോ? ഞാന് വിചാരിച്ചു എല്ലാവർക്കും മറുപടി ഉണ്ടെന്ന്, നോക്കുമ്പോൾ ഇല്ല. മനോജ് ചേട്ടാ, ആർക്കും മറുപടി ഇല്ല ഏട്ടാ. ഇനി ഭർത്താവ് വീട്ടിൽ ഇല്ലാത്തപ്പോൾ ലൈവ് ഉണ്ടാവില്ല. സാധനമായിട്ട് എന്നെ മനസ്സിലാക്കി വെച്ചു. കരുത ശിവരാത്രി. അതെ, ഞാന് പറഞ്ഞത് ശിവരാത്രി അല്ലേ, അത് ഞാനാ പറഞ്ഞത്. ഓക്കെ ഏട്ടാ. സുമിത്തേട്ടാ, ഉറങ്ങിയോ? ഇല്ല പാപ്പേട്ടാ. ഉറങ്ങണ്ടായോ?
ഇല്ല. വെട്രിവേൽ മുരുകൻ ഹായ് അക്ക. ഹായ്. ഇതിൽ നോക്കി ഹായ് പറയണോ ഞാൻ അതിൽ നോക്കി ഹായ് പറയണോ എനിക്ക് ഒരു പിടുത്തമില്ല. ദൈവമേ, എൻ്റെ ഒരു കാര്യം ഇല്ലാണ്ട് എന്താ പറയാ. നമുക്ക് ഫോൺ ഇവിടെ വെക്കാട്ടാ, ഇതിന്റെ ഒപ്പം വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ നോക്കാലോ. എപ്പോഴും ഞാൻ ഇങ്ങനെയല്ലേ നോക്കാറ്. റോബിൻ ഏട്ടാ പാട്ടൊക്കെ പിന്നെ പാടാം. ശരി, ഓക്കെ. ഗോവിന്ദരാജ് ഗുഡ് നൈറ്റ്. അനിത ഗുഡ് നൈറ്റ്. രാജ് ഡയറി മിൽക്കോ? ഓ താങ്ക് യു. റോബിൻ ഏട്ടാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് പോകുന്നത്. ഓക്കെ. അനിത കുഞ്ഞാവ് എവിടെ നിന്നാണോ? രാജ് സോങ് ഇതാ റെക്കമെൻഡ് പണിയിരിക്കുന്നത്. ഇനിയും ഇന്ന് സ്ഥലം മാറിയില്ലേ? ഇല്ല ഏട്ടാ, അറിയില്ല. അതിന് നീ ഭർത്താവിന് ഫോണ് കൊടുക്കുന്നില്ല. ഭർത്താവ് പോയി പണി നോക്കട്ടെ. ഓ മൈ ഗാഡ്, വയ്യ. ഇനി അടുത്തൊരു ഫോൺ വാങ്ങണം. എന്താ ചെയ്യാട്ടാ? ഒരു 10,000-3000 രൂപേൻ്റെ ഫോൺ വാങ്ങി വെക്കണം. ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി മെച്ചമായിട്ടുള്ള ഒരു 32,000 രൂപേൻ്റെ ഫോൺ വാങ്ങണം. എൻ്റെ ഫോണിൽ എത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റോർ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഒന്നും ഒന്നുമില്ല. എന്ത് പറ്റി എൻ്റെ ഫോണിന്? നന്നായിട്ടല്ലേ ഇരുന്നത്. ഒന്ന് കമാൻഡ് വന്നൂടെ? ബാബു ഏട്ടാ ഹായ് കുട്ടി കൂട്ടുകാരി. എവിടെ ആയാലും ഹായ് കാണുന്നുണ്ട്. എന്നെ ഫുൾ നൈറ്റ് ലൈവ് ഉണ്ടോ ഇന്ന്? സുമിത്തേട്ടാ എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ചേച്ചി ഇരിക്കാൻ റെഡിയാണ്. ഇന്ന് ശിവരാത്രിയാണ്, അതുകൊണ്ട് ഉറങ്ങണ്ട. ഓക്കെ. ഹായ് എൻ്റെ നെൽക്കുട്ടി. എവിടെ? അയ്യോ മണിക്കുട്ടൻ ഏട്ടാ, കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്. ഹരിദാസ് ഏട്ടാ മറന്നുപോയോ? പൂങ്കുയിലേ? ഇല്ല. പൂങ്കുയിലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടില്ലോ. പൂങ്കുയിലേ പൂങ്കുയിലേ ആണോ? അങ്ങനെയാണോ? തൂക്കം വല്ലയാ എന്നാ കേൾക്കണത്. ചന്ദ്രൻ ഇല്ല. സെന്തിൽകുമാർ ഗുഡ് നൈറ്റ്. പളനിസ്വാമി പൂങ്കുയിലേ പൂങ്കുയിലേ. ഫോണൊക്കെ ശരിയായോ കുഞ്ഞെ? കൃഷ്ണൻകുട്ടിയേട്ടാ ഫോണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങണം, വേറെ വഴിയില്ല. ജഗദീഷ് ഗുഡ് നൈറ്റ്. ഭർത്താവിന് വെള്ളമൊക്കെ കൊടുത്തു ഉറക്കിക്കോ, അത് വന്ന് ഫോണ് ചോദിക്കും. എനിക്കറിയില്ല, ഞാനിരുന്ന് കരയും. ഗുഡ് നൈറ്റ് കൊണ്ടുണ്ട്. അനു വന്നു. അങ്ങോട്ട് നോക്കാതെ നേരെ നോക്ക്. അതെ ഏട്ടാ, അതെ ഫോണ് വെച്ചിരിക്കല്ലേ, ഇപ്പൊ ഇങ്ങനെ വെക്കാലേ. ഇപ്പൊ ശരിയാവാ നോക്കട്ടെ. അനു അങ്ങോട്ടോ നോക്കാതെ എങ്ങോട്ടോ നോക്കുക. നമ്മൾ കമാൻഡ് ഇവിടെ അല്ലേ, ഈ സൈഡിലൂടെ അല്ലേ വരിക. ഓക്കെ കേട്ടോ, ഇപ്പൊ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഹായ് ചക്കരെ, കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. ബാബു ഏട്ടാ ഞാൻ ദിവസം വരുന്നുണ്ട്. ഐ ആം ഇൻ ബാംഗ്ലൂർ. ബാബു റെഡ്ഡി. ഓക്കെ. സുരേഷ് സൂപ്പർ. കിച്ചൺ ആണോ? അതേട്ടാ രവിയേട്ടാ. ഓക്കെ പറ്റില്ല. അനിത ചേച്ചിയുടെ ആർമി ഗോൾഡ് ചാൻസ് എന്തോ പറയുന്നു. ചേച്ചി ഇരുന്നോ, ചേട്ടൻ ഇരിക്കില്ല. സിംഗം സെന്തിൽകുമാർ ഗുഡ് നൈറ്റ്. നൈസ് ലൈവ്, ലൈക്ക് യു. ഓക്കെ. പളനിസ്വാമി ഗുഡ്. മുംബൈ ഈസ് ഫസ്റ്റ് ആൻഡ് ബിസി 24 hours. ലുക്കിംഗ് സോ സ്മാർട്ട്. എൻ്റെ ഈ ഫോണ്
തേനി രാമചന്ദ്രൻ, ഗുഡ് നൈറ്റ് അനിത സിസ്റ്റർ, ഗുഡ് നൈറ്റ്. മെല്ലെ മെല്ലെ പഠിക്കാല്ലേ എന്തപ്പോ. അനു നേരെ നോക്ക്, അതാ ഇതിലാണെങ്കിൽ ഇങ്ങനല്ല നോക്കുക. അതെ കറക്റ്റായിട്ട് തന്നെ നോക്കണം കേട്ടാ. ഇനി നേരെ നോക്കിയാ ഇനി ഞാൻ ഫോണിന് എവിടെ കൊണ്ട് വെക്കും ദൈവമേ. സുൽത്താൻ വന്നില്ലേ? വന്നിട്ടില്ല ഏട്ടാ, വിളിക്കേട്ടാ. സോണിയ ഓക്കെ ഏട്ടാ. കൃഷ്ണ സുരിദാര് സൂപ്പർ, താങ്ക് യു. അന്നമ്മോ എന്നും ശിവൻ നമുക്ക് വേണ്ടി കാവലിരിക്കുകയാണ്. ഇന്ന് ശിവൻ വേണ്ടി നമ്മൾ കാവലിരിക്കണം. ശിവൻ നല്ലവണ്ണം ഉറങ്ങട്ടെ. അതെ നാസറേട്ടാ, ഞാൻ കഷ്ടത്തിലാണ് കേട്ടോ. എൻ്റെ ഫോണ് വേറെ ഇത് വരുന്നില്ല, കമാൻഡ് വരുന്നില്ല. അപ്പോൾ ഇനിയൊരു ഫോണിൻ്റെ എനിക്ക് ആവശ്യം വന്നു. നമ്മളെ ഞാൻ വന്നു കേട്ടോ. ശരി കേട്ടാ, എന്താ ചെയ്യാ. ജെ പി ഏട്ടൻ എന്താ പറയണത്? ഇന്ന് ശിവരാത്രിയായി ഉറക്കമൊഴിക്കാനുള്ള പരിപാടിയാണോ? അങ്ങനെയല്ല, ഇരിക്കുന്നത്ര ഇരിക്കാം. സൂപ്പർ. ഓക്കെ. സുധീരേട്ട ശുഭരാത്രി. പോവാണോ സുധീരേട്ട? വിപിൻ കണ്ടാൽ മാരേജ് കഴിഞ്ഞു എന്ന് പറയില്ല, ലുക്ക് എന്ന് ഇങ്ങനെ തന്നെ എന്നും ഇരിക്കട്ടെ. വേറെ ലെവല്. താങ്ക് യു കേട്ടാ. മാരീഡ് ആഴ്ച നാളെ കാണാനിതാ. സുധീരേട്ട ഉറക്കം വരുന്നുണ്ട്. ശരി, ഉറങ്ങിക്കോളെ. എന്റെ മുഖത്തേക്ക് നോക്കാനിതേ. എല്ലാവരും മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഈ ഫോണ് കാരണം. 2 ഫോണ് വെച്ച് ലൈവ് ചെയ്യുന്ന എൻ്റെ ഒരു അവസ്ഥയെ എന്താ ചെയ്യപ്പോ. നടക്കട്ടെ. പക്ഷെ എല്ലാ ലൈവിൽ എത്ര പേരുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ. ഇതില് കമന്റ് പേരുണ്ട്. തുറക്കാത്ത പങ്കാതിൽ. പിന്നെന്താണ് വിജയേട്ടാ, വിജയകുമാർ ഏട്ടാ. അയ്യോ പല്ലി ഇടയാർപാളയം വഴി തന്നെയാണ്. വിജയകുമാരേട്ടാ സുഖമല്ലേ? ഭക്ഷണം കഴിച്ചു ഏട്ടാ. വിജയകുമാരേട്ടാ സുഖമല്ലേ? കൃഷ്ണമൂർത്തി ഹാപ്പി ശിവരാത്രി. എല്ലാവർക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ശിവരാത്രി ഫ്രണ്ട്സ്. ശക്തിവേൽ ഹായ്. അളകു തങ്കം സാപ്പിട്ടീங்க ശക്തിവേൽ. പാലക്കാടിന് ഒരു നിഷ്കളങ്കതയുണ്ട്, അത് നിന്നിൽ ഞാൻ കാണുന്നുണ്ട് മോളെ. താങ്ക് യു ഏട്ടാ സുമിത ഏട്ടാ. ഒന്ന് എന്നെ എല്ലാവരും ഭയങ്കര നല്ലൊരു കമൻ്റൊക്കെ പറയുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടുമോ? മനുക്കുട്ടൻ ഏട്ടാ ഞാൻ പാടാലോ ഏട്ടാ, പാടാട്ടോ. കാർത്തിക് ഹായ് ഗുഡ് നൈറ്റ്. എന്ത് പാട്ട് പാടാ? എന്താണ് പാട്ടൊന്നും എഴുതി വിടാത്തത്? ബിനീഷേട്ടാ ജെറിനേട്ടാ എന്താ ആരും ഉണ്ടല്ലോ. ജെ പി ഏട്ടനെങ്കിലും പാട്ട് എഴുതി വിടി. നമ്മുടെ ഷിബു ഏട്ടനെ കാണില്ലേ? ഷിബു ഏട്ടനെ ഒരു വരിയെങ്കിലും പാട്ട് എഴുതി വിട്ടു വരും. ഷിബു ഏട്ടാ എവിടെ പോയി? കാർത്തിക് ഹായ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വല്ലപ്പോഴും ഒക്കെ എൻ്റെ ഫോണിൽ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫ്രണ്ട്സെ. കമാൻഡ് ശ്രദ്ധിക്കണം. യു ഓൺലി റീഡിങ് മലയാളം അല്ല എന്താ പറയുന്നത്? ഇല്ല എന്താ പറയുന്നത്? ശുഭരാത്രി സുധീരേട്ടൻ. പിന്നെയും ഒരുപാട് കമാൻഡ് വന്നിട്ടുണ്ട്. മെല്ലെ മെല്ലെ വായിക്കാം. നല്ല കണ്ണ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 4 കണ്ണുണ്ടായി. ഓ അങ്ങനെ ഞാനെന്തോ
എവിടെയാണോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. 4 കണ്ണുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്ത് ചെയ്യാനാ, ദൈവം 2 കണ്ണനെ തന്നുള്ളൂ. എങ്ങനെയുണ്ട് നോക്കട്ടെ, ഞാൻ ലൈവ് ചെയ്യുന്ന നോക്കട്ടെ, എന്താണ് നടക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ മക്കള് മനോജ്, അനന്യ, മനോജ്, ആഷ്ലിൻ, മനോജ്, അവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാമോ? ഇല്ല കുട്ടി, പാടാട്ടാ, പാടാം, പാട്ട് പാടാം. പാലക്കാടുണ്ട്, ഓക്കെ, വായിച്ചു. ഹസ്ബൻഡ് എന്നെ செய்கிறாங்க, അപ്പം തൂங்குறாங்க. ഫോൺ ഞാൻ വാങ്ങിച്ചു തരാം, ബാങ്കിലെ കടവും വീട്ടാം, പക്ഷെ ഞാനും പാർവതിയും കൊട്ടേക്കാട് വന്ന് താമസിക്കും. ഓക്കെ ഏട്ടാ, എനിക്ക് സമ്മതം, 100 വട്ടം സമ്മതം. അനിത എന്താ പറയുന്നു, 2, 3. അനിത 3 ആണോ 4 ആണോ മക്കള്? 3 ഏട്ടാ, 3 കുട്ടികളാ. പാലക്കാട് സൂപ്പർ. സാപ്പിട്ടീங்களா പളനി? സാപ്പിട്ടീங்களா പളനി? വാസു സുന്ദരിയാണ് കേട്ടോ, താങ്ക് യു. ഒരു കുഴപ്പവുമില്ല, കുഴപ്പമുള്ള ആൾ ഇപ്പോൾ വരും ഫോൺ വാങ്ങാൻ. പേടിപ്പിക്കല്ലേ. അനിത കോങ്ങണ്ണ് വരും, എങ്ങനെ നോക്കിയാലേ കുഞ്ഞു വാവ. സാബു ഏട്ടാ ഗുഡ് നൈറ്റ്. നാളെ പുലരുമ്പോൾ പലതും സംഭവിക്കും. പിന്നെ ഒരു പാട്ടിന് സ്റ്റെപ്പ് വെച്ചത് ഓർമ്മയുണ്ടോ? കാതൽ മന്നവൻ ഇഷ്ടമായി. പലതും സംഭവിക്കുന്നു, എന്താണ് പറയുന്നത്? അനിതയ്ക്ക് കോങ്ങണ്ടുണ്ടെന്ന് എത്ര പേര് പറഞ്ഞു? 3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണോ? ഉണ്ടല്ലേ, ചെറുതായിട്ടില്ലേ. ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ദൈവം തന്നതല്ലേ, ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. വന്നു, ശിവട്ടം വന്നു. ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. അടിപൊളി, വിക്കി സൂപ്പർ. മുരുകൻ ആനന്ദ് വെരി വെരി ഗുഡ് സിസ്റ്റർ, എക്സലന്റ്, താങ്ക് യു. അങ്ങോട്ട് നോക്കണ്ട, ഇനി ഇങ്ങോട്ട് തന്നെ നോക്കാട്ടോളെ. കുഞ്ഞു ഹെയർ സ്റ്റൈലൊക്കെ സൂപ്പർ അല്ലേ. സാജൻ പ്രിയേട്ടാ 344 പേര്. എന്ത് കുഞ്ഞു വായിക്കുന്നില്ലെന്ന്? നാളെ പിറന്നാള്. കുഞ്ഞു വായിക്കില്ലെന്ന്. മണി എവിടെ പോയി? കാണുന്നില്ല, എപ്പോഴും ഉണ്ടാകും ആളല്ലേ. ഉറങ്ങിയേട്ടാ, ഉറങ്ങി. നല്ല കാര്യമാണല്ലോ. ഇല്ല ഏട്ടാ. രാജ്, എനി ഫേവറേറ്റ് സോങ്? രാവിലെ എന്നാൽ എഗ്രിമെന്റ് ഒപ്പുവെക്കില്ലേ, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തല്ലി ഓടിക്കരുത്. എന്തിന്? എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടാണ് ആവശ്യം. മാറി വന്നതായിരിക്കില്ലേ ജർന്നേട്ടാ. ഞങ്ങളെ ആരും നോക്കും. പിന്നെ മുരുകേശൻ ഗുഡ് നൈറ്റ്. വല്ലാത്തൊരു ചതിയായി പോയില്ലേ പറയാൻ. ഫോണ് വാങ്ങണമെങ്കിൽ ഫോൺ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, റെഡി ആകുമായിരിക്കും ഇല്ലയോ? ശരിക്കും നോക്കുന്നത് ഇതിലാണ്, എൻ്റെ ഫോണിലാണ് ശരിക്കും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ലേ. മണി എയർപോർട്ടിൽ ഓട്ടം പോയി, അതെ അല്ലേ? ഞാൻ അന്വേഷിച്ചു എന്ന് പറയട്ടോ. ഗണേശൻ ഗുഡ് നൈറ്റ്. എല്ലാവരും എന്താ കഴിച്ചത്? ഉണ്ണി
എന്നാലും എന്താണ് ഏട്ടാ എൻ്റെ ഒരു കമാൻഡ് പോലും വരാത്തത് എൻ്റെ ഫോണില്. വല്ലാത്ത ജാതി. ഞാൻ വിളിച്ച് പറയണോ എപ്പിയില്? പറയേട്ടാ. കൈതട്ടി വന്നതാ. പുഴയോരത്ത് പൂന്തോണി എത്തില്. പുഴയോരത്ത് പൂന്തോണി എത്തില്. അതാണ് പുഴയോരത്ത്. ശിവേട്ടാ. മുരുകൻ ഏട്ടൻ ഒരുപാട് പാട്ടൊക്കെ കേൾക്കുംല്ലേ? മുരുകൻ ഗുഡ് നൈറ്റ്. വിജയ് ഗുഡ് നൈറ്റ്. അനിത ഗുഡ് നൈറ്റ്. പിന്നെ എല്ലാവരും എന്താണ് വിശേഷങ്ങൾ പറയും? സുഖമല്ലേ? നേരെ നോക്കി വർത്താനം പറയട്ടെ. കണ്ണ് തിരിഞ്ഞു പോകുന്ന തോന്നുന്നത്. ചോറ് സാമ്പാർ. ഓക്കെ കമലേട്ടാ, സൂപ്പർ. മുരുകൻ വെരി വെരി ഗുഡ്, സൂപ്പർ, എക്സലന്റ്. രൂപേഷ് ഗുഡ് നൈറ്റ്. പളനിസ്വാമി മുരുകൻ പ്ലീസ് മാഡം അക്ക അനിത. പളനിസ്വാമി എന്താ പറയുന്നേ മുരുകൻ? ഞാൻ കഴിച്ചത് ചോറും മീന്. നല്ല നല്ല ആഹാ ആ ഓക്കെ. ചോറും മീനല്ലേ? എന്ത് മീനാണ്? എന്നാലും ഇതൊരു വലിയ ചതിയായി പോയി. ഫോണ് ഏപ്രിൽ 2 താമസം മാറിക്കോ. ശിവനാമം ശ്രീ പാർവതീശ്വര. താടി മുട്ടിപ്പോകുന്നു. തമിഴ് സോങ്. ഞങ്ങൾ ഒരുപാട് പാട്ട് കേൾക്കും തന്നെ. ആശങ്കമാകെ കണ്ണിമലർ. ആകാശമാകെ കണ്ണിമലർ. സന്തോഷ് കുമാർ. രവിയേട്ടാ പാട്ടാണ്. എനിക്ക് പാട്ട് അറിയുന്നു തോന്നുന്നില്ല. സന്തോഷ് കുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്തപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കുക അത് ഫ്രണ്ട്സേ? സന്തോഷ് കുമാർ ഗുഡ് നൈറ്റ്. നോ സോങ് ടുഡേ. യെസ് ഇരിക്ക് രാജ് ഇരിക്കി. വിപിൻ ഞാന് പൊന്നു നിന്റെ അത് ഇന്ന് ആഘോഷിക്കണം. ബൈ. ഓക്കെ വിപിനേട്ടാ. ചെവിയുടെ എന്താ പറയണ? ചോപ്പ് ഡ്രസ്സിൽ ചെത്തിയിട്ടുണ്ടെന്നോ? താങ്ക് യു. ആകാശ ദീപങ്ങൾ സാക്ഷി. ആത്മീയ ശൈലങ്ങൾ സാക്ഷി. മുത്തു മണിക്കുട്ടൻ ഗുഡ് നൈറ്റ്. നിലക്കുട്ടി എവിടെ പോകുന്നു? ഇരിക്കേട്ടാ. ഗുഡ് നൈറ്റ് പറ. ശിവരാത്രി ആയിട്ട് ഞാൻ ഒത്തിരി പാട്ട് കേൾക്കും മണിക്കുട്ടി. അതെ പാട്ട് എഴുതിവിടും, എനിക്ക് അറിയുന്നുണ്ട് അത്. എല്ലാം ചെയ്യപ്പോ നാളെ ഉച്ചക്ക് എങ്ങനെ ലൈവ് ചെയ്യുമെന്നാണ് ഇപ്പൊ എന്റെ മനസ്സിൽ കിടന്ന് ആലോചിക്കുന്നത്. എന്താ ചെയ്യാ? രാധേട്ടന്റെ കയ്യിൽ നിന്നും ഫോണ് വാങ്ങുന്നു. ഇന്ന് ഉറക്കം ഒഴിച്ചിരിക്കും. സുരേഷ് ചേട്ടാ. ഇപ്പോൾ എനിക്കിന്ന് ഉറക്കമൊന്നും വരും തോന്നുന്നില്ല. ഭയങ്കര ടെൻഷനാണ്. സാറിൻ്റെ ഫോൺ എടുത്ത് നിന്റെ ഫോണിൽ സാറിന് കൊടുക്ക്. അതല്ലേ എനിക്ക് നല്ലത്. സാറിൻ്റെ ഫോൺ എടുത്തിട്ട് നിന്റെ ഫോണ് സാറിന് കൊടുക്ക്. അതല്ലേ നല്ലത്. ഇല്ല ഏട്ടാ ഡയറക്റ്റ് ആയിട്ട് ലൈവ് ചെയ്യുമ്പോൾ കമാൻഡ് വരില്ല ഏട്ടാ. ഉറക്കം വരുന്നു. പോകട്ടെ. ഇരിക്കേട്ടാ. രാധേട്ടൻ ഇരിക്കി. ലൈവ് കട്ടാക്കൂ. അനുവിന്റെ ഫോണിനും എന്ത് പറ്റി? അതെ ഒന്നും കമാൻഡ് ഒന്നും വരുന്നില്ല കേട്ടോ. കുറെ കയ്യിലുകൾ ഉണ്ടല്ലേ? അതെ. എന്താ പാടാലോ? വിരൽ തൊട്ടാൽ വീരയുന്ന പെൺപൂവേ, കുളിർ മഞ്ഞിൽ കൂറുകുന്ന വെൺപ്രാവേ, ഒന്നു കണ്ടോട്ടെ ഞാൻ, മേൽ തൊട്ടോട്ടെ ഞാൻ,
നിനക്കെന്തഴകാണഴകി. ശശികല ചാർത്തിയ ദീപാവലയുന്തും തനതും തനതും. ഓക്കെ ടുഡേ ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ നാളെ എന്ത് ചെയ്യും? ഫോണ് വേണം. ഫോണ് എൻ്റെ ഫേസ്ബുക്ക്, നമ്മുടെ സ്വന്തം ഫേസ്ബുക്കിൽ നിന്നും ഞാൻ എൻ്റെ സ്വന്തം ഐഡിയിൽ നിന്നും ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് കമാൻഡ് കാണുന്നില്ല. പക്ഷെ ഇത് വന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടാവില്ലേ, അപ്പൊ എന്നെ കാണുന്നില്ലേ, ലൈവ് വീഡിയോയില് കാണുന്നില്ലേ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇത് കണ്ടുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഗോവിന്ദ. അപ്പോ ഉച്ചക്കത്തെ ലൈവ് കാണുമോ ഇങ്ങനെയൊക്കെ ചോദിക്കല്ലേ. താമസം എന്നാണ് അനിതയെ തുടങ്ങേണ്ടത്? എപ്പോ വേണമെങ്കിലും, എനി ടൈം. വീട് കെട്ടിയതിന് ശേഷം, കെട്ടിയതിന് മുന്നേ എവിടെ ഇരിക്കും? കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇരിക്കാം. ഐ ലവ് യു സിസ്റ്റർ. വെറുതെ ഇരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കും എൻ്റെ കുട്ടി. ഓക്കെ ഷിബു ഏട്ടാ, സൂപ്പർ ഏട്ടാ. എനിക്ക് കേൾക്കാൻ സമയമില്ല. പാലക്കാട് എവിടെ നിങ്ങളുടെ വീട്? കൊട്ടേക്കാട്. സന്തോഷ് കുമാർ ഏട്ടാ. നാളെ പട്ടിണിയാകുമോ? ആ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് അടിച്ച് നോക്കി എന്നിട്ട് ഒന്ന് ലൈവ് ചെയ്ത് നോക്കിയാൽ അറിയാം. ശരി, അത്ര എല്ലാ പരിപാടികളും ചെയ്തു. കൊട്ടേക്കാട് എല്ലാ കാര്യം ചെയ്തു. രാജ് എന്താ പറയണ? കണ്ണേ കലൈമാനേ. ആ പാട്ടൊക്കെ അറിയാലേ. അപ്പോ ജയരാമൻ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് നൈറ്റ്. അന്തിപ്പകലും നാം ആരിരാരോ. ചിലപ്പോൾ മൊത്തത്തിൽ കട്ടാവും. ഞാൻ പറയട്ടെ കറക്റ്റായിട്ട് എത്ര പേരുണ്ട് ഞാൻ പറയട്ടെ. 170 പേരുണ്ട്. ശരിയാണോ? ഇപ്പൊ 152. ഇതിലിങ്ങനെ അറിയുന്നുണ്ട്, പക്ഷെ അതിലും അറിയുന്നുണ്ട്. ഈ കമന്റ് ഒന്നാണോ വരാത്തത്? ഞാൻ വൈകുന്നേരം ഇനി രാവിലെ വരെ ലൈവ് ചെയ്താലും എൻ്റെ ഫോണിൽ കമന്റ് വരും തോന്നുന്നില്ല. അടച്ചു പൂട്ടി എന്നാ തോന്നുന്നത്. ഫോണിന്റെ അട്ടഹാസമാണ് തോന്നുന്നു. ഇന്ന് സുന്ദരിയായിട്ടുണ്ട് കുട്ടി. ആണോ ശിബാട്ട? എനിക്ക് നാണമാകുന്നു. അന്നമ്മോ, എന്നാൽ ഒരു കാര്യം ചെയ്യേ, നല്ലൊരു കപ്പ് വെള്ളം തിളപ്പിച്ച് ഫോണിൽ അതിലിട്ട് എടുക്ക്. ചിലപ്പോൾ ഉള്ള റീല് എല്ലാം ചെയ്ത് ഫോണിന്റെ കോപം വന്നു കാണും. അതെ. കണ്ണേ കലൈമാനെ is my favorite children song. Play please. പാട്ടറിയില്ല. ആരെങ്കിലും എഴുത്തരാണെങ്കിൽ ഓക്കെ. സുകുമാരൻ, ഞാൻ പോവുക, എൻ്റെ കമന്റുകളൊന്നും വായിക്കുന്നില്ല. അയ്യോ JP ഏട്ടാ, എന്താ പറയുന്നത്? ശിവരാത്രി ആശംസകൾ. കടൽ അറിയില്ല, കര അറിയില്ല, കരളിൽ നിറയെ പ്രണയം, അഴകേ നീ എന്നും നീ സ്വന്തം. ഇവിടെ കുറെ നേരമായി 52 പേരെ കാണുന്നുള്ളൂ അല്ലെ. 100 സംതിങ് ഉണ്ട് എന്നാ കാണണത്. എൻ്റെ ആ ഫോണില് 160, ഈ ഫോണില് 153. ഷാലു ഹായ് ഗുഡ് നൈറ്റ്. പോയി വരൂ. പോകരുത്. JP ഏട്ടാ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല കേട്ടോ. ഫസ്റ്റ് വന്നു. കപ്പൊക്കെ ഉണ്ട്. കപ്പ് മെഡലൊക്കെ തന്നിട്ടുണ്ട് ഞാന്. കണ്ടായിരുന്നോ? പാലക്കാട് അനിത അക്ക നോൺ ഡ്രൈവറാ. പ്രഭാ ഇറ്റ് ഈസ് മൈ ഫീവറാ. അയ്യോ പനിയാണെന്നാ പറയുന്നത്. JP ഏട്ടാ ഡണ്ണാ. പോകരുത്, അത്ര തന്നെ. ഞാൻ വായിക്കുന്നുണ്ട് JP ഏട്ടാ. എൻ്റെ ഫോണിന് 18 പേര്. കൊള്ളാലോ, നല്ല ഫോണ്.
എക്സ്പ്രഷൻ സൂപ്പർ. താങ്ക് യു രാജ്. കുളിക്കാനുള്ള കപ്പാന്നോ? എന്തെങ്കിലും ഒരു കപ്പ് പോകുന്നില്ല. സെന്തിൽ കുമാർ കത്തിയൊക്കെ കാണിക്കണം ടോളി. എന്താണ് ജെറിനേട്ടാ പോണെന്ന് പറയുന്നവന് കത്തി കാണിക്കണം, അപ്പോഴേ ഇരിക്കുള്ളൂ. മണികണ്ഠൻ ഗുഡ് നൈറ്റ്. പിടിച്ചു നിർത്തി ലൈവ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സുമാരിന് മാത്രം നമ്മള് പോണ്ടെന്ന് പറയുന്നു കേട്ടോ. നന്നായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവന് മാത്രം എനിക്ക് കുറച്ച് നമ്മള് ഒരു ഇതെടുക്കുന്നു എങ്കിൽ നല്ല ലൈവ്. കണ്ടില്ല ഞാന്. ഫസ്റ്റ് ആയോ? കൊള്ളാലോ. സിംഗം JP ഏട്ടൻ ലഡു ഉണ്ടോ? ഇല്ലെങ്കിൽ 1 കിലോ ലഡുവിനുള്ള പൈസ ഗൂഗിൾ പേ ചെയ്തു തന്നാൽ മതി. രാജു രാജ്. റിനീഷ് പോയി കിടന്നു ഉറങ്ങു കൊച്ചേ. ഉറങ്ങേട്ടാ വിനീഷേട്ടാ. ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് ഉറക്കമില്ല തോന്നുന്നു. സന്തോഷേട്ടാ തനിയെ. செந்தில்குமார் உங்க சின்ன பையன் எங்க? தூங்கிட்டாங்க செந்தில்குமார். என்ன மதியானம் வந்துருச்சுங்களா? துரைராஜ் குட் நைட்டு. ചിന്ന ലൈവ് കുറെ സമയമുണ്ടോ? ഇല്ല ഏട്ടാ. എന്നാ ഞാനും പോട്ടെ. എവിടേക്ക് പോണ്? ഇരുന്നോള്. എവിടെയായിട്ടാ? ജെറിനേട്ട കത്തി. സാർ സ്ലീപ്പിംഗ്? യെസ്. എന്താ ഞങ്ങളൊന്നും ഫ്രണ്ടല്ലേ? സാബോട്ട് ഫ്രണ്ടാണ്. പെട്ടെന്ന് ഞാൻ പോണെന്ന് പറഞ്ഞു, പോണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോകും വരും, എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ട് ചോദിക്കില്ല എന്നുള്ളൊരു മനസ്സിലൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് ചോദിക്കുന്നത്. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരില്ല. JP ഏട്ടാ എന്താണ് കോഴ കൊടുത്ത് കപ്പ് വാങ്ങിയെന്നോ? എന്താ പറഞ്ഞു? കോഴാന്ന് വെച്ചാ കോഴയോ? കൊടുത്ത് കപ്പ് വാങ്ങിയതാണ്. കോഴ പറഞ്ഞെന്താ? ജയകുമാർ ഗുഡ് നൈറ്റ്. നീ സത്യ സൗന്ദര്യമോ? ഏത് പാട്ടാണല്ലേ? ഏതോ ഒരു പാട്ട്. അതെങ്ങനെ ഞാൻ ഫസ്റ്റായി? മണിമാരനാണല്ലോ എന്നും ഫസ്റ്റ് വരാറ്. ഏട്ടൻ എൻ്റെ എല്ലാ റീൽസും കാണുന്നുണ്ട്. അതിന് കറക്റ്റായിട്ട് അതും 2 കമന്റ് ഇടുന്നുണ്ട്. അതുകൊണ്ടാ. സെന്തിൽകുമാർ അനി ടുമാറോ ബ്ലൂ സാരി കട്ടുങ്ങമ്മ. ഓക്കെ. സാജൻ ഏട്ടൻ പോണെന്ന് പറഞ്ഞപ്പോൾ കത്തികൾ നിരത്തി. ഗുഡ്. മക്കളൊക്കെ ഇന്ന് ലീവ് ഉണ്ടോ? അതെ. എന്താ ഇന്ന് സബ്ജക്റ്റ് ഒന്നും ഇല്ല കേട്ടാ. ടോട്ടൽ ബൗൺസ് ഓവർ കേട്ടാ. കോഴ കൈക്കൂലി. ആർക്ക് കൊടുത്തു കൈക്കൂലി? മുത്തുകുമാരൻ ഗുഡ് നൈറ്റ് മൈ ലവ് ഡിയർ. അനി ടുഡേ നൈറ്റ് എന്ന ടിഫൻ ഇഡ്ലി ദോശ തന്നെ. തൊങ്കരങ്ങന്നാവുന്ന തോന്നുന്നു ശരിക്കും പറഞ്ഞു. മധുരം ജീവിതാമൃതം ആണോ? ഓ മണിമാരൻ ലിസ്റ്റിൽ പോലും ഇല്ലല്ലോ. പിന്നെ ഞാനും ഇല്ല. പിന്നെ എല്ലാം നന്നായി നോക്കി, കണ്ണു നട്ട് നോക്കി എന്ന് പറയില്ലേ? അയ്യോ മൈ ഫേവറേറ്റ് സോങ് അറിയില്ല, എന്നാലും പാടാം. ചാന്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് പൊട്ടുതൊടുന്നൊരു നാണം നേരത്ത്. അയ്യോ കേൾക്കാനേ ഇഷ്ടം. മധുരം ജീവിതം മധുരം ജീവാമൃതം.
ഹായ്, എന്താണ് വിശേഷമുണ്ടോന്ന്? ആർക്ക്? സുനിൽകുമാർ. അനി, യു സ്മൈൽ ക്യൂട്ട് പാ, താങ്ക് യു. അപ്പ രാത്രിയിലൊക്കെ ആണോ ഈ പാട്ട് എഴുതി വിടുന്നത്? ചിരിക്കാൻ വയ്യ, നാണമാകുന്നു. ഓക്കെ, ചിരിക്കാതിരിക്കട്ടെ. പാട്ടൊക്കെ ഇഷ്ടമായി. ബട്ട് ഇസ് എന്ന് പറഞ്ഞ പോലെ. എന്താണ് കമന്റ് വരുന്നില്ല ഫ്രണ്ട്സ്? പാട്ട് പഠിപ്പിച്ചതായുടെ മായ. ഉച്ചക്ക് പറ്റില്ല, അതാ ഇപ്പൊ തന്നെ എഴുതി വിട്ടതല്ലേ. അയ്യോ, ഉച്ചക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ കരിയും. സൂപ്പർ. ഞാൻ സംസാരിക്കുന്നത് എനിക്കും കാണാൻ പറ്റുന്നുണ്ട്. അനി, ടുഡേ മഹാശിവരാത്രി തമിഴ് ഫെസ്റ്റിവൽ. ഗോഡ് ബ്ലെസ് യു ഡാ, താങ്ക് യു. 11 മണി കഴിഞ്ഞിട്ടും മുഖത്തിന്റെ ഫ്രഷ്നെസ് പോയിട്ടില്ല. സന്തോഷ് കുമാരേട്ടാ, അതെങ്ങനെ പോയില്ല ഏട്ടാ. വേണമെങ്കിൽ ഇപ്പൊ മോൻ കഴുകിട്ട് വരാം. ഈ പാട്ട് ലൈവിലൊന്നും എഴുതി വിടല്ലേ. ചേച്ചിക്ക് നാണം കൊണ്ടാണോ? ചേച്ചിക്ക് നാണമെന്ന് പറഞ്ഞിട്ടാണോ ജനനേട്ടൻ അങ്ങനെ പറയുന്നത്? അല്ലാത്തൊരു സാരമില്ല. സാബു ഏട്ടാ എവിടേക്ക് പോകുന്നു? ഇരിക്കേട്ടാ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിടില്ല. ഞാൻ പോകുന്നു, എനിക്ക് വല്ലാണ്ട് ഉറക്കം വരും, നാളെ വർക്കുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അയച്ചു വിടുള്ളൂ. ജീവിതം മധുരമാണ് പോലും. ആര് പറഞ്ഞു? ജീവിതം മധുരമാണ് കേട്ടാ, വല്ലാത്തൊരു മധുരം, കടുമധുരം. എന്താ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കും, ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കുമ്പോഴെല്ലാം കണ്ണു നട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കനവിൻ്റെ കരിമ്പ് തോട്ടം കാട്ടാത്തതാരാ? ഷോ, എന്താ പറയുന്നേ? അതല്ല ചേച്ചി, പാടുമ്പോൾ എനിക്ക് നാണം വരും. എന്തായാലും ആ നാണം എന്തായാലും വേറെ ആരും കാണില്ലല്ലോ, ഏട്ടൻ മാത്രം അവിടെ നാണം അറിയുള്ളൂ. ഞാനിവിടെ നാണിക്കുമ്പോ എല്ലാരും കാണും. അയ്യോ വയ്യ. ഹൈ, 5 lines ഓഫ് സോങ്. ഓ, ഓക്കെ രാജ്. എന്താ ഒന്നും മിണ്ടാത്ത ഫ്രണ്ട്സേ? എന്താ അത് ഇന്ന് ശിവരാത്രി ആയിട്ട്? ഞാൻ പോട്ടെ എന്നാ. ഹായ് അനി, മലയാളി മൂവി പോയി പാരുங்க, குட் மூவி ஹைலைட். சினிமா தியேட்டருக்கு இப்போதைக்கெல்லாம் போக மாட்டேன். செந்தில் சூப்பர். செந்தில்குமார் பார்த்தீங்களா? நரேந்திர ஹாப்பி. புத்தம்போது காலம்
മുത്തമിട്ട നേരം പുത്തം പുതുക്കാലം. തമിഴല്ലേ, പാട്ട് മാറിപ്പോയി. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നു ഇതുവഴി. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളി ഇതുവഴി. കാണാത്ത ചിറകുള്ള പാട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ദൈവമേ. സുൽത്താൻ എന്താ വിഷമമുണ്ട്, ഒന്ന് വിളിച്ചിട്ട് വരും കേട്ടാ. ഇരിക്കി പെണ്ണേ, അവിടെ പോയാൽ അടി കിട്ടും അതിന്. അപ്പൊ ഞാൻ ഇരിക്കണമെങ്കിൽ പാട്ടൊക്കെ പിടി. നമ്മള് രണ്ട് സൈഡിലും ആയി ഒന്ന് ഇട്ടോട്ടെ. ഇട്ട് കഴിഞ്ഞാൽ പേയ് മാതിരി ഉണ്ടാവും കേട്ടാ. എവിടെ പോകുന്നു? പേയ് മാതിരി ഉണ്ടാവും. പേയ്കൾ രാത്രി ഇങ്ങനെ പേയ്കൾ വരില്ല, അതുപോലെ ഉണ്ടാവും. ഇട്ട് കാണിച്ചു തരാം, കുഴപ്പമൊന്നുമില്ല. പേയ് മാതിരി നന്നായിട്ടുണ്ടാവില്ല, വേണമെങ്കിൽ ബാക്കിലേക്ക് ഇടാം, കുഴപ്പമില്ല. ചൂടെടുക്കുന്നു വല്ലാണ്ട്. ഇപ്പൊ ശരിക്കും പേയാകും. പേയ് 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 പേയ്. ഓക്കെ. എന്താ ചൂട്. അനിക്കുട്ടി തീർച്ചയായും പാട്ടുകൾ കേൾക്കണം. അതെ കേട്ടാ. ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ കയറി പാട്ടൊക്കെ സെർച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. പോയെന്ന് പറഞ്ഞാൽ എന്താണ്? പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്താ ഇങ്ങനെ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ ഭൂമിയിലെ പോലുള്ള സ്വന്തമാക്കാം. എന്താ പറയുന്നത് സാബോട്ടെ? മനസ്സിലായില്ലോ. എന്തോ ഇതും ഹാങ് ആയ ഫോണ്. ദൈവമേ, നോക്കിയിട്ട് നീങ്ങുന്നില്ലല്ലോ. കമാൻഡേ എവിടെ പോയി? കണ്ടാൽ രാത്രി ഉറക്കം വരില്ല, പേടിക്കും. ശരി ഏട്ടാ. കിരൺ സൂപ്പർ. മോഹൻകുമാർ അക്ക ഉള്ള ദിവസം സ്വാമി ഗുഡ് നൈറ്റ്. മഹാശിവരാത്രി ഗുഡ് നൈറ്റ്. പോയി അല്ല, പേയ് എന്നാണ്. പേയ് എന്ന ഭ്രാന്തി എന്നാണ്. അതിന് നാളെ കാണാം. ഉറക്കം വരുന്നോ കമലേട്ടാ? രാത്രി ഉറക്കം വരുന്നില്ലേ? സൂപ്പർ. ഇന്ന് ശിവരാത്രി അല്ലേ ഏട്ടാ? അതുകൊണ്ട് ടാ ഐ ലൈക്ക് യു. ഡയലോഗ് മറന്നുപോയല്ലോ. ലൈവിൽ വരുമ്പോൾ അനുക്കുട്ടിയുടെ ശബ്ദത്തിൽ പാട്ടുകൾ കേൾക്കണം. അതെല്ലേ. എവിടെ നമ്മുടെ രാധേട്ടാ? പോകല്ലേ കേട്ടോളേ, ഇത് ശരിയാവില്ല, ഞാൻ മിണ്ടില്ല. പേയ് എന്താണ്? പേയ് അറിയില്ല ഏട്ടാ. പേയ് ഇന്ന് എന്തായാലും എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങാം, നടക്കാം. പേയൊന്നും ഉണ്ടാവില്ല എന്നാണ് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശിവരാത്രി ദിവസം പേയ്കളൊന്നും ഉണ്ടാവില്ല എന്ന്. അനി തമിഴ് സോങ് സൂപ്പർ. പാടുന്നമ്മ. പാടുறீங்க. അടുക്കളയിലാണോ ഇപ്പോൾ? അതേ കിരൺ ഏട്ടാ. ഓക്കെ. പിന്നെ പറയ് ഫ്രണ്ട്സ്മാരെ. ഞാൻ ഇതിൽ നോക്കണം അതിൽ നോക്കണം, ആകെ കൺഫ്യൂഷനാണ്. എന്നെ നോക്കി സംസാരിക്കട്ടെ. തമിഴ് സോങ് സൂപ്പർ. താങ്ക് യു. പേയ് പ്രേതം. അതെ അനു, എത്ര മണിവരെ ഇരിക്കും? നെറ്റ് തീരോളം ഇരിക്കാട്ടാ. 2000 MB ഉണ്ട്. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീചികൾ. ഹായ് ജയേട്ടാ, നമസ്കാരം. പുഷ്പരാധന വീതികൾ. ഇപ്പൊ കണ്ടു ഞാൻ നെറ്റ് ഇങ്ങനെ ഇല്ലാതായ എന്താ സംഭവിക്കുന്നെന്ന്. ഇങ്ങനെ റൗണ്ട് ആകുന്നു അല്ലേ ലൈവില്.
പെട്ടെന്ന് വന്നു. ഓക്കെ. ഏത് പാട്ട്? ഉറക്കം പോയി പൊന്നുമോളെ, ഉറക്കം പോയില്ലേ? റെഡ് കളർ സമ്മ ക്യൂട്ട്. താങ്ക് യു. ബാലമുരളി കിരാന രണ്ടാം സ്ഥാനം. വിനീഷ് ആരാ വന്നത്? സെന്തിൽകുമാർ അനി ടുമാറോ வீட்டில் என்ன சமையல் சொல்லுங்க. அது நான் சொல்லிட்டீங்க, 2 டைம் சொல்லிட்டீங்க. இட்லி தோசை சட்னி. கார்த்திக் ஹாய் குட் നൈറ്റ്. ഓക്കെ ജി ഗുഡ് നൈറ്റ്. നാളെ വർക്കുണ്ട്. പിന്നെ എന്താ ലൈനിൽ വരാം. ഓക്കെ കിരൺ ഏട്ടാ. പ്രദീപ് ഐ ലവ് യു ഡാർലിംഗ്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ? റെഡ് കളർ മൈ ഫേവറേറ്റ്. എനിക്ക് റെഡ് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. സതിൽ കുമാർ അനി റെഡ് ചുരിദാർ സൂപ്പർ ഡാ. താങ്ക് യു. സാമ്പാർ ഇല്ല മലൽക്കുട്ടി ഏട്ടാ, സാമ്പാർ ഇല്ല. ഞാനല്ല വന്നത് വിനീഷ്, പിന്നെ ആരാ വന്നത്? ചേട്ടാ നമസ്കാരം. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അതേല്ലേ ശിബേട്ടാ, ഉച്ചയ്ക്ക് ലൈവ് ഉണ്ടായിരുന്നില്ല ഏട്ടാ. അതുപോലെ അങ്ങനെ അമ്മല് വരാണ്ട്, ഇത് കണ്ടോ, വരാണ്ട് മിണ്ടാതിരിക്കുന്ന എൻ്റെ ഫോണ്. വല്ലാത്ത ജാതി. ലൈവ് ഉണ്ട്, കമാൻഡ് വരുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, എൻ്റെ ഫോണ് ഭയങ്കര മോശമാണ് കാണാൻ. എന്നാലും ഞാൻ കാണിച്ചു തരും. കാണുന്നുണ്ടോ? ഞാൻ എങ്ങനെ കാണിച്ചു തരിക? ശരിക്കൊരു മണ്ടൂസാണ് ഞാനല്ലേ, ശരിക്കും മണ്ടൂസാണ്. ശരിക്കും ഞാൻ അതില് ലൈവ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തന്നത്. പക്ഷെ കണ്ടല്ലേ, എവിടെയോ എങ്ങനെയോ ഇതിന്റെ വെളിച്ചം കൊണ്ട് അത് എന്റെ ഫോണ് കണ്ടില്ലേ ഒട്ടി കിടക്കുകയാണ് എൻ്റെ ഫോണ് നന്നായിട്ട്. ഇപ്പോൾ വേണമെങ്കിലും റെഡ് കളർ എന്താ പറയണ, ഇപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങി നടന്നാൽ പേയ്ക്കൾ ഉണ്ടാവില്ല, പക്ഷെ മനുഷ്യ പേയ്ക്കൾ ഉണ്ടാവും. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യില്ല കേട്ടാ. 3 പ്രാവശ്യം മെസ്സേജ് അയച്ചു, വായിക്കൂ അല്ലല്ലോ. അയ്യോ നാരായണ ഏട്ടാ, സോറി ഏട്ടാ, ഞാൻ കണ്ടില്ല ഏട്ടാ. ഈ ഫോണിലും വരുന്നില്ല. സന്തൽകുമാർ അനി. ഓക്കെ. കുട്ടൻ ബാലമുരളി ലൈഫ് എപ്പടി പോകുത് അറിയൂ? ஓகே பேபி, சூப்பரா போகுதுங்க பாலமுரளி, நல்லா போகுதுங்க, ஒன்றும் பிரச்சனை இல்லை. நீங்க எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? வீட்டில் எல்லாரும் நல்லா இருக்கிறாங்களா? சொல்லுங்க. നെമ്മാറ വേല സൂപ്പർ. ഏപ്രിൽ 2. ഓക്കെ. ഹായ് സുൽത്താൻ. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതില് കമാൻഡ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ വന്നു, ദേഷ്യം വന്നു, പിന്നെ പോയി ഞാൻ. പിന്നെ എന്താണ് വിശേഷങ്ങള്? സുഖമല്ലേ എല്ലാവർക്കും? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ചു, ടിഫിനൊക്കെ കഴിച്ചു. നല്ല ചൂടുണ്ട് ഇവിടെ. ആനന്ദ് ഹായ്, ഹാപ്പി വുമൻസ് ഡേ. അനിത ഹായ്, താങ്ക് യു. അബ്ദുൽ ഖാദർ 6 മിനിറ്റ് മാത്രം. 6 മിനിറ്റോ? ഇല്ല ഏട്ടാ, 10 മിനിറ്റൊക്കെ വന്നു. നാളെ മുതൽ എന്ത് ചെയ്യും ലൈവ്? ഞാൻ നാളെ കുഞ്ഞിമുത്തൂരിലേക്ക് വരട്ടെ. എതിർപ്പുണ്ടോ? എതിർപ്പുണ്ട് കേട്ടോ. അരികെ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചു പോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിൽ. ഓ വയ്യ ഡാനിക്കുട്ടി. അപ്പോ അനക്ക് ദേഷ്യം വരുമോ? എന്തിന്? എനിക്ക് ദേഷ്യം വരില്ല ജയേട്ടാ, ദേഷ്യം വരില്ല. പറയേട്ടാ, എന്ത് പറഞ്ഞാലും ദേഷ്യം വരില്ല. ജയേട്ടനല്ലേ പറയണത്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളെ. സെന്തിൽകുമാർ ഹായ്, ഗുഡ് നൈറ്റ്. ഐ ആം സ്ലീപ്പിംഗ് ഡാ. ഓക്കെ. ചുമപ്പ് കളറ് കമ്മലിട്ട് അജ്മൽ. ഓക്കെ. മഹേന്ദ്ര ഗുഡ് നൈറ്റ്. നാളെ വൈകിട്ട് ലൈവ് ഞാൻ കാണില്ല കേട്ടോ. എന്താണ് ഏട്ടാ? ഞാൻ കൂടെ വരണോ?
രാധേട്ടാ ഞാൻ കൂടെ വരണോ രാധേട്ട ചോദിക്ക് എന്താണ് വരാത്ത? ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇന്നലെ AC ഉണ്ടായിരുന്നു. അതെല്ലേ? ആ ഇവിടെ അനിയന്റെ വീട്ടില് അങ്ങനെയല്ലേ പറഞ്ഞു, ബ്രദറിന്റെ വീട്ടില്. എന്നാ ശരി, ഞാൻ ഉറങ്ങട്ടെ. പിന്നെ രാധേട്ടാ ഞാനും വരുന്നുണ്ടടാ, വരിയേട്ടാ. സെന്തിൽ കുമാർ, അനി വിഷ് യു വുമൻസ് ഡേ வாழ்த்துக்கள் சொல்லுங்கம்மா. ഓക്കെ, ഞാൻ വരുന്നുണ്ടടാ, വരിയേട്ടാ. സൂപ്പർ വോയിസ്, യു ലൈഫ് സൂപ്പർ. പോങ്ങ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ബാലമുരളി, ബാല സൂപ്പർ സോങ്. ഇവിടെ നല്ല തണുപ്പ്. അവിടെ തണുപ്പുണ്ടല്ലേ, ഇരിക്കട്ടെ. പിന്നെ എന്താണ് പിന്നെ പറയേണ്ടത്? എന്തോ പറയാൻ വേണ്ടി വന്നു, മറന്നുപോയി. പറയാൻ വേണ്ടി വന്നത്, ആലോചിക്കട്ടെ. ഹായ് ഡിയർ ഫാറീസ്. ഇവിടെ ഇന്നും മഴ പെയ്തോ? ഇവിടെ ഇന്നും മഴ പെയ്തു എനിക്കുട്ടി. ആണോ? ശിവയുടെ എവിടെ സ്ഥലം? പ്രിൻസ് അനി குட் நைட். அனி உங்க மதர் எப்படி இருக்காங்க? சூப்பரா இருக்கிறீங்க செந்தில்குமார். ഹാപ്പി വുമൻസ് ഡേ. ഞാനും വരുന്നില്ല അനിത, ഇങ്ങോട്ട് വരും പ്ലീസ്. ഒരു സ്മൈല്. ഓക്കെ, ചിരിച്ചുട്ടോ. എൻ്റെ പൊന്നെ, ഇജ്ജ് കള്ളം പറയുക ജെറിൻ. പ്ലീസ് ഒരു സ്മൈൽ. ഹരിദാസ്, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. അനിത, പാലക്കാട്. കരിനീല കണ്ണകി. ശിവട്ടാ പാട്ട് എഴുതി വിടിയേട്ടാ. കത്തി ഞാൻ എടുത്തോളും, എൻ്റെ ജോലി വേറെ ആരും ചെയ്യണ്ട. ജെറിൻ അവിടെയാണ്, കാശ്മീർ ആണോ? എവിടെയാണ് എന്തിരിക്കുന്നത്? ഹാപ്പി വുമൻസ് ഡേ ഡിയർ ബാലമുരളി. ഓക്കെ, സുരേന്ദ്രൻ ഗുഡ് നൈറ്റ്. ജി രമേശ് ഗുഡ് നൈറ്റ്. ഹാവു രക്ഷപ്പെട്ടു, നാളെ കാണില്ലല്ലോ. ബിനുവേട്ടാ എന്താ ഏട്ടാ ഇങ്ങനെ പറയുന്നത്? നാളെ ഞാൻ വരും, ഉച്ചയ്ക്ക് വരും, വൈകുന്നേരത്തും വരും. ജയേട്ടൻ എന്താ പറയുക? സത്യം, ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആണ്, ഫുൾ തണുപ്പ്. കണ്ടോ, അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയാണ് അല്ലേ ഫ്രണ്ട്സ്? നമുക്ക് അങ്ങോട്ട് പോയാലോ ഒരു ട്രിപ്പ്? പത്തനംതിട്ട. പക്ഷെ ക്ഷണിക്കുന്നില്ലല്ലോ നമ്മളെ. വയനാട് വന്നിട്ടുണ്ടോ? ഇല്ല ഏട്ടാ. അബ്ദുൾ ഖാദർ ഏട്ടാ വന്നിട്ടില്ല. ഹരിദാസ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. സൂപ്പർ. രാംകുമാർ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ ചങ്ക് സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു രതീഷേട്ടാ. കുമാർ ഹലോ ഡിയർ. ബിനുവേട്ടാ അങ്ങനെ വരണം, കാത്തിരിക്കും. ബിനുവേട്ട വരും വേട്ടാ. ഫോണിൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാനാ, കഷ്ടകാലം, അല്ലാതെ എന്താ പറയാ. റബ്ബർ തോട്ടമാണ് അവിടെ. ഞാൻ സുൽത്താനെ ക്ഷണിച്ചിരുന്നു. ചീരപ്പുഞ്ചിയാണോ ഇപ്പോൾ മഴ പെയ്യാൻ? ചീരപ്പുഞ്ചിയാണോ? ഹായ് പ്രദീപ് ഏട്ടാ ഗുഡ് നൈറ്റ് പറയുന്നു. കോഴിക്കോട് വന്നിട്ടുണ്ടോ? ഇല്ല ഏട്ടാ. ഹാപ്പി ശിവരാത്രി കുമാർ. ഓക്കെ, അതെ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടോ ചുറ്റി. പാട്ട് കിട്ടുന്നില്ല കേട്ടോ. എവിടെ പോയി? അയ്യോ, എത്ര ഇതൊക്കെ പാടാൻ എനിക്കറിയില്ല കേട്ടോ.
കുറിമുണ്ടു ചുറ്റി മഞ്ഞൾ പ്രസാദവും നിന്റെ മുറ്റത്ത് പൊന്നട പോവായി നീ വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. അത്രേ അറിയുള്ളൂ. ചിറപ്പൂഞ്ചി അല്ലേ? ശിവരാജ്, ഗുഡ് നൈറ്റ് യുവരാജ്. ചങ്ക് ഞങ്ങളുടെ നാട്ടിലെ പാട്ട് പാടുമോ? ആലപ്പുഴ പട്ടണത്തിലെ രതീഷ് ഏട്ടാ. ഏതാണ് പാട്ട് ഏട്ടാ? ചീരപ്പൂഞ്ചി അല്ല, സിറപ്പൂഞ്ചി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം മനസ്സിലായോ ബുദ്ധൂസേ? ആണല്ലേ. ചീരക്കൊമ്പത്ത് സിന്ദൂരപ്പൊൻ പൂവേ നിൻ കവിളിൽ വാടാതെ. പാട്ടൊന്നും അറിയില്ല കേട്ടോ. എനിക്കറിയാം ജെറിൻ, ഞാൻ വന്നിട്ടുണ്ട്. മുക്കടയിൽ ഞാൻ പറഞ്ഞത് ആണല്ലേ ജെറിൻ? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ബാലമുരളിയായിട്ട്. അല്ലെങ്കിൽ എന്നെ അമ്മു പാട്ടു കുറ്റി, അമ്മു പാട്ടു തങ്കം ചെല്ലം, മിസ് യു ഡിയർ. ശിവരാജ്, ഗുഡ് നൈറ്റ്. അതെന്താ ബിനീഷേട്ടൻ ടാറ്റ പറയുന്നത്? ഇരിക്കുന്നേ ബിനീഷേട്ടാ. റിപ്പോൺ പോകരുത് കേട്ടോളെ ബിനീഷേട്ടാ, മിണ്ടില്ല. 2-3 പാട്ട് എഴുതിവിടി. നമ്മുടെ ഷിബു ഏട്ടനാണ് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഏട്ടൻ എഴുതി. ശിവരാജ്, ജെറിനേട്ടനും പാട്ട് എഴുതുന്നില്ല. എന്ത് പറ്റി? എന്താ പാട്ട് എഴുതിവിടാത്തത്? എഴുതിവിടിയ ഏട്ടാ പ്ലീസ്. ചിലപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ, ലൈവ് നാളെ നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ. ഉച്ചക്ക് ഞാൻ വെറുതെ പറയാം. ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഫോണ് കിട്ടില്ല. അപ്പൊ എങ്ങനെ ഞാൻ ലൈവ് ചെയ്യും? ഈ ലൈവ് കുറച്ച് ബുദ്ധിമുട്ടാണേ. എന്താ ഒരു മൗനം? മൗനമോ എനിക്കോ? നാളെ എത്ര മണിക്ക് ലൈവ്? അതന്നെ പ്രദീപേട്ട, എന്താ ചെയ്യന്റെ ഫോണ് വേറെ. ഷിബുവേട്ട, ആലപ്പുഴ പട്ടണത്തിലെ അതിമധുരം വിതറിയാലോ. വിതറിയാലോ. ഞാൻ 5 പാട്ട് എഴുതി ഇന്ന്. ആണോ? വേറെ ലെവല്. അത് 11:30 ആയിട്ടോ. ആയില്ലേ? അപ്പൊ എങ്ങനെയാണ്? അപ്പൊ പോവാലെന്നാ പോയാലോ? എന്റെ ഫോണ് എന്താ ചെയ്യാന്? ഫോണിനൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വരുമോ? എന്താ സംഭവിച്ചത്? നിങ്ങളെയൊക്കെ കാണാണ്ട് എങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത്? നാളത്തെ കാര്യം പറയാൻ പറ്റില്ല. എൻ്റെ ഫോൺ തരാം. എന്നാ പിന്നെ തരി, ഉടനെ തന്നെ തരി. ലൈവ് ചെയ്യണം. ഹിന്ദിക്കാരി കുട്ടി പോയി, നാട്ടിലേക്ക് പോയി. ഇല്ലെങ്കിൽ ആ ഫോണ് വാങ്ങാമായിരുന്നു. ഞാൻ ഇന്ന് ഒരു പാട്ട് പോലും എഴുതിയില്ല. സ്മാർട്ട് ബോയ്. അനുവിൻ്റെ ഇഷ്ടം. ഞാൻ മിക്കവാറും താങ്കമണിയിൽ വരും. ജെറിൻ താങ്കമണിയിൽ വരും. എന്താ ചെയ്യ ഫ്രണ്ട്സ്? ആകെ സങ്കടത്തിലാണ് കേട്ടോ. ഒരു ഫോണ് നമുക്ക് ഒന്നും കൂടി ആവശ്യം എന്ന് പറഞ്ഞു. ഈ ഫോണിന് തല ചുറ്റിയിട്ട് അങ്ങോട്ട് വലിച്ചെറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ക്ഷമിച്ചങ്ങിരിക്കണം. ലൈവ് നിർത്തിയാൽ ഞാൻ കരയും. എന്തിനു കരയണം? ഒന്നും കരയരുത്, ചിരിക്കണം. നാളത്തെ കാര്യം വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ടെൻഷൻ. കിളിയേ കിളിയേ. ഗുഡ് നൈറ്റ് നവീൻ കുമാർ. ഗുഡ് നൈറ്റ്. രണ്ട് ഫോണും കൂടി നടക്കൂല. ഒരു ഫോണിൽ ലൈവ് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈവിൽ കമന്റ് വരുന്നില്ലാന്ന്. വാങ്ങും എങ്കിൽ
എൻ്റേത് തരാം. അപ്പൊ പിന്നെ എൻ്റെ ലൈവ് എങ്ങനെ കാണും? മലയാളി പിന്നെ നിന്റെ മനസ്സിൽ മലർമേഘം തീരെ നീന്തു. ഞാൻ നാളെ തങ്കമണി കാണാൻ പോവുക. ഓക്കെ ഏട്ടാ. ലൈവ് നിർത്തിയാൽ ചിരിക്കണം. ബാലമുരളി ഏട്ടാ എന്താ പറയണം? ഇതും ഹാങ് ആയിന്നാ തോന്നുന്നു. വാ. എൻ്റെ நீங்க கிருஷ்ணா, நான் கிருஷ்ணா. குட் நைட் ஏஞ்சல். ஹாப்பி வுமன்ஸ் டே. தேங்க்யூ രാജൻ മോഹൻ ജയകുമാർ ലൈവ് ക്യൂട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഡാനിക്കുട്ടി ഫോൺ തന്ന അപ്പോ താണ് മന്ത്രം പ്രയോഗിക്കടാ. തലയാണ് മന്ത്രം. സോ ബ്യൂട്ടിഫുൾ. സോ ആലപ്പുഴ പട്ടണത്തിൽ ജയറാം സോങ്. ഏട്ടാ ഫോണ് തരും. ഫോൺ ഇപ്പൊ തന്നില്ലേ? രാത്രി ലൈവ് ചെയ്യാൻ തന്നു. ഉച്ചയ്ക്ക് നാളെ അവർക്ക് ജോലി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ജോലിക്ക് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകും. അപ്പൊ ഫോൺ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് ഏട്ടാ. രാത്രി കിട്ടുമായിരിക്കും ഇവിടെ ഉണ്ടെങ്കിൽ. ലൈവ് നിർത്തുന്ന കാര്യം ഒന്നും പറയല്ലേ. കമൽ PJ ഏട്ടാ ഫോൺ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. ലൈവ് നിർത്തിയാൽ പഴയ ലൈവ് ഇരുന്ന് കാണും. നവീൻ കുമാർ ഹാപ്പി വുമൻസ് ഡേ. ഐ ആം ആർ ഗ്രേറ്റ് സൂപ്പർ. ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. ഹാപ്പി വുമൻസ് ഡേ. ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ. ആനന്ദ് രാജ് ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. അപ്പൊ എന്താ ചെയ്യാ? അതന്നെ ഇപ്പൊ കാര്യമാകെ. ആര് തരും പറയും? 1 മണിക്കൂർ ഫോൺ ആര് തരും? ഇത്രയും നെറ്റും ചെലവാക്കിയിട്ട് നഷ്ടമാണ് കേട്ടോ. ലുക്കിംഗ് നൈസ്. ഇനി ഇരിക്കാൻ എന്നെ നിർബന്ധിക്കരുതില്ല. നിർബന്ധിക്കും. നമ്മ പറഞ്ഞല്ലേ ശിവരാത്രിക്ക് ഫുള്ളായിട്ട് ലൈവ് ഉണ്ടാകുന്നു. പിന്നെന്താണ്? ഗുഡ് നൈറ്റ്. ഞാൻ നിർത്തി. ഓക്കെ ബ്രോ. രതീഷ് ഏട്ടാ. ജയേട്ടാ ഡ്യൂട്ടിക്ക് കയറിയോ? അത് ഞാൻ ചോദിച്ചില്ല, ഓർക്കാൻ മറന്നു ഏട്ടാ. ജയേട്ടാ ഡ്യൂട്ടി കയറിയോ ഏട്ടാ? ഷൺമുഖവേൽ. വുമൻസ് ഡേ. താങ്ക് യു. ഗുഡ് നൈറ്റ് ഹരിദാസ്. ഇജ് മന്ത്രം പ്രയോഗിക്ക്. ഓക്കെ ഏട്ടാ. ഫോൺ ആരെങ്കിലും അറേഞ്ച് ചെയ്യണം. ആരപ്പോ അടുത്തുള്ളത്? ഇപ്പം ആരും എനിക്ക് ഫ്രണ്ട്സ് ഇല്ലല്ലോ. ഉണ്ട്. ട്യൂഷൻ ടീച്ചറാ. അവിടെ പോണം. ദൈവമേ, ചതിച്ചു. ഫോൺ എന്നെ ചതിച്ചു. ചെറിയ നാളെ കയറും. എനിക്ക് ശിവരാത്രി ഇല്ല. ഞാൻ പോകട്ടെ. അതെ, പോവാണ് വിനിച്ചേട്ടാ. ഞാൻ കോയമ്പത്തൂര് ആയിരുന്നെങ്കിൽ ഫോൺ തന്നേനെ. ഇവിടെ 345 കിലോമീറ്റർ ഉണ്ടല്ലേ. അതുകൊണ്ട് തരാൻ പറ്റില്ല. അടുത്തുള്ള ആരെങ്കിലും വാങ്ങണം. എഗ്രിമെന്റ് എന്നാണ് എഴുതുന്നത്? അതന്നെ രാധേട്ടാ. എഗ്രിമെന്റ് എപ്പോഴും എന്താ എന്നാ അതൊക്കെ പറയും. എന്താ അത് ഓർക്കം വന്ന് പോണെന്ന് പറയണം. വെറുതെ പറയണ സാജനേട്ടാ. രാധേട്ടൻ ട്യൂഷൻ ടീച്ചർ മലയാളിയാണോ? എനിക്ക് സൗണ്ട് കേട്ടപ്പോൾ തോന്നി. എപ്പോ കേട്ടു? ട്യൂഷൻ ടീച്ചർ മലയാളിയാണ്. ട്യൂഷൻ ടീച്ചർക്ക് 4 കുട്ടികളാ. 2 പെൺകുട്ടിയും 2 ആൺകുട്ടികളും. പാവാണ്. ഫോണ് 1 മണിക്കൂർ ആര് തരും? കൊച്ചു കള്ളൻ. ജെറിൻ
ജെറിൻ കൊറിയർ അയക്കോ ഫോണോ? അപ്പൊ എന്റെ ലൈവ് എങ്ങനെ കാണും ബിനീഷേട്ടാ? ഹാപ്പി ശിവരാത്രി. ഏട്ടൻ ഇപ്പൊ ജെറിനേട്ടൻ ഉദ്ദേശിച്ചത് 1 മണിക്കൂർ നേരത്തേക്കുള്ള ഫോണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് തരുമല്ലോ, അഡ്ജസ്റ്റ്മെന്റ്. അപ്പോ അതിന് വേണ്ടിയിട്ട് തരാന്നാ പറഞ്ഞു. അപ്പൊ അടുത്തുണ്ടെങ്കിൽ 1 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് കൊടുക്കാലോ. എന്റെ ഫോണ് മതിയോ? ഡിസ്പ്ലേ വരെയും പുറത്തു വരും ഡാനിക്കുട്ടി. വരെയും പുറത്തു വരും ഡാനിക്കുട്ടി. ഓക്കെ, കുഴപ്പമില്ല. എന്റെ ഫോൺ അങ്ങനെ ആയിരുന്നു, ഞാൻ ഒട്ടിച്ചതാണ്. ഇപ്പൊ ഓക്കെ ആയി. വാങ്ങുമ്പോ 19,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 5 വർഷമായി വാങ്ങിയിട്ട്. അല്ലാണ്ട് അത് യൂസേജ് ആണ്. 2 സിം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നതാ. ഉപയോഗിച്ച് അതിനെയൊക്കെ കൂടി അങ്ങനെ കുഴച്ചു കൂട്ടിയിട്ട് എല്ലാം പിന്നെ എനിക്ക് തന്നത്. 5 വർഷം യൂസ് ചെയ്തിട്ട് എനിക്ക് തന്ന ഫോണാണത്. ഉറക്കം വന്നു പോയി രാധേട്ടൻ. ട്യൂഷൻ ടീച്ചർ എന്ന് കേട്ടപ്പോഴത്തേക്ക് വന്നു. കമ്മിങ് സോൺസ്. ഓക്കെ, എന്നാൽ നാളെ പാലക്കാട്ടേക്ക് വാ, നമുക്ക് എഗ്രിമെന്റ് എഴുതാം. ശരി ഏട്ടാ. ബ്യൂട്ടിഫുൾ ഹൃദയേട്ട. മഴയുണ്ടോ? ഇല്ല ഏട്ടാ. നീശേട്ടൻ ചിരിക്കുന്നു. അപ്പൊ ശരി എന്നാ, എല്ലാരും പോയി ഉറങ്ങി, ഞാനും പോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഡാനിക്കുട്ടി ഇജ്ജ് ആ ടീച്ചറെ പരിചയപ്പെടുത്തിയില്ലല്ലോ. പരിചയപ്പെടുത്താ, പരിചയപ്പെടുത്താം. എനിക്കും ഒന്നും എടുത്തതാ പറഞ്ഞിട്ട്, അക്കൗണ്ട് എടുത്തതാ, ഞാനും വീഡിയോ ഒക്കെ ചെയ്യട്ടെ എന്താന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. ശരി, പരിചയപ്പെടുത്താവേ. എന്നെക്കാട്ടിലും സുന്ദരിയാണ് ചേച്ചി. എപ്പോഴും കളറ് കൊണ്ടും ഭംഗി കൊണ്ടൊക്കെ അടിപൊളിയാണ് ചേച്ചി. എന്നും പറയും, ചേച്ചിക്ക് ഇങ്ങനെ കളറ്. വീട്ടിലേക്ക് എവിടെയും വെളിയിൽ പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ഹസ്ബൻഡിന് എന്താ ജോലി എന്നൊന്നും അറിയില്ല. കുട്ടികളെ വലിയ കുട്ടികളാട്ടോ. +1 +2 പഠിക്കുന്നു. എന്തായാലും വീഡിയോ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പൊ എല്ലാവരും കാണാൻ തന്നെയാണ് പോണത് ചേച്ചിയെ. നല്ലൊരു ശിവരാത്രി നേരുന്നു. ഓക്കെ, താങ്ക് യു ചെറിനേട്ടാ. അനു ലൈവ് തുടങ്ങാൻ നേരുന്നു. നല്ലൊരു ശിവരാത്രി നേരുന്നു. ഓക്കെ, താങ്ക് യു കേട്ടോ. സാക്ഷിയായി ഒപ്പിടാൻ ഞാൻ വരണ്ടേ? അതെ, ഇതാണ് പറഞ്ഞത്. എന്റെ ഉറക്കം പോയപ്പോൾ അന്നമ്മ പോകായി. ഇത് ശരിയാവില്ല കേട്ടോളോ. I don't understand your language, but I am watching your beauty. Will you? ஐயோ ஐயா அப்படிங்களா? ഓക്കെ. ரொம்ப താങ്ക്സ്. പേരും എനിക്ക് വായിക്കാൻ അറിയുന്നില്ലല്ലോ ഭഗവാനെ. സിറ്റിൻ കോലായിന്നോ. നാട്ടിൽ വരുമ്പോൾ പരിചയപ്പെടുത്താം ജയേട്ടാ. ചേച്ചിയുടെ പേരെന്താണ്? പേരില്ല. എവിടെയാണ് സ്ഥലം? അനു ലൈവ് തുടങ്ങാൻ കാരണം? ലൈവ് തുടങ്ങാനുള്ള കാരണം മനസ്സിലായില്ല കമലേട്ടാ. സൂപ്പർ ആയിരിക്കും. ഓക്കെ, എൻ്റെ ഒരു കമാൻഡ് വായിക്കാറില്ല, അതെന്താ? അംബുജാക്ഷൻ ഏട്ടാ, ഞാൻ കണ്ടില്ല ഏട്ടാ, അതുകൊണ്ടാ. ആ ടീച്ചർ വരുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തണേ. എൻ്റെ കുട്ടി കൂടെ മലയാളം ട്യൂഷൻ എടുക്കാൻ പറയുന്നു. അവര് ചിരിക്കും. ശരി ഏട്ടാ, നാളെ ഉച്ചക്കലത്തെ ലൈവ് അവിടെയാണ്. പേരില്ലാത്ത ചേച്ചിയാണോ? അതെ ഏട്ടാ, നാളെ ഞാൻ അവിടെ ആയിരിക്കും ലൈവ്. എന്തായാലും വരും, ചേച്ചിയെ കാണും, എല്ലാവരും സംസാരിക്കും. നാളെ വരുന്നതായിരിക്കും ട്യൂഷൻ ടീച്ചർ. ഞാൻ അവിടെ പോകണം. ഇനി ആ ഫോണായിരുന്നു എനിക്ക് ഇപ്പോഴേക്ക് തോന്നുന്നത്. ജോലി പറഞ്ഞില്ല. എൻ്റെ ആണോ? ഹൗസ് വൈഫാണ് ഏട്ടാ. ജോലിയൊന്നുമില്ല, പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല, വീട്ടിൽ ഇരിക്കുക. എന്താ ശബ്ദം? ട്യൂഷൻ ടീച്ചറുടെ പേരെന്താണ്? ഭർത്താവിന് എന്താ ജോലി? അറിയില്ല ഏട്ടാ, അതൊക്കെ നാളെ ചോദിച്ചോളൂ നേരിട്ട് രാധേട്ടാ. ഓക്കെ, എങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ലൈവിൽ വരും. വന്നോളൂ, പ്ലീസ് കം. വരും. നാളെ ഞാൻ ട്യൂഷൻ ടീച്ചറിന്റെ വീട്ടിലായിരിക്കും ലൈവ്. ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ചേച്ചി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒന്ന് കാണാം.
നൈറ്റ്, ഗുഡ് നൈറ്റ് ഓൺലൈൻ. ഐ ലൈക്ക് കേരള ഗേൾ ബ്യൂട്ടി ചേച്ചി, താങ്ക് യു. അപ്പൊ ശരി എന്നാ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്, ടാറ്റ. ഭയങ്കര ചൂടെടുക്കുന്നു അല്ലാണ്ട്. കോയമ്പത്തൂർ മലയാളി കുറവല്ലേ? ഇല്ല കേട്ടാ, ഉണ്ട് കേട്ടാ, നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടില് അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം സ്വന്തം വീടാ, സ്വന്തം വീട്ടില് ഇരിക്കുക. കാമാക്ഷി എന്നായിരിക്കും പിന്നെ. അല്ല, എനിക്കും പേര് മറന്നു കേട്ടോ, സത്യം. ദൈവമേ, നല്ല പേരാണ് കേട്ടോളെ, നല്ല പേരാ. നാളെ ചോദിച്ചെന്താ, എന്തായാലും ഇപ്പൊ നാളെ കാണാൻ പോകുന്നതാണല്ലോ. പിന്നെ ഈ ലൈവ് കാണാൻ ആരും കാണില്ല, ഒരു കുഴപ്പമില്ല. ബിനീഷേട്ടൻ വരില്ലേ ലൈവില്? അത് മതി. 200 പേര് ലൈവിലുണ്ട്. അതെയല്ലേ ഷിബേട്ട? ഉണ്ട്, നമുക്ക് പോവാം. കുറെ നേരം ആയി. ഉച്ചയ്ക്കെന്ന് കുറച്ചു നേരം സംസാരിക്കാന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് വന്നില്ലെന്നല്ല, വന്നു. പ്രേതം ഇറങ്ങിയത് ആണ് സൗണ്ട് കേട്ടത്. പാചകത്തിലായിരുന്നു. ഇല്ല ഏട്ടാ, ഞാന് പാചകമൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ എന്റെ ലൈവ് ഇവിടെയാണ് സ്ഥിരമായിട്ട്, അതുകൊണ്ടാ. ഞാൻ വരും. പിന്നെന്താ, ബിനീഷേട്ടൻ വരും, കമൽ ഏട്ടൻ വരും. ഗായത്രി എന്നാണോ പേര്? അയ്യോ, അറിയില്ല ഏട്ടാ, എനിക്ക് മറന്നുപോയി. ടുമാറോ ലൈവ് ബ്ലൂ ചുടിദാർ ഡിയർ. ഓക്കെ ബാലമുരളി. ഓക്കെ. അനിക്കുട്ടി, രാധേട്ടനെ പരിചയപ്പെടുത്തണ്ട. അതെന്താ ഏട്ടാ? ഞാൻ വരുവാനും. ഓക്കെ കമലേട്ടാ, നാളെ ഉച്ചയ്ക്ക് നമുക്കവിടെ അപ്പോൾ ട്യൂഷൻ ടീച്ചറിന്റെ വീട്ടിൽ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. ഈ ഫോൺ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും ഫോൺ വാങ്ങുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അയ്യോ, ഇത് വല്ലാത്തൊരു ശല്യമായി പോയി കേട്ടാ. എന്തപ്പോ ചെയ്യാ? ഒരു കമന്റ് പോലും വരുന്നില്ല കേട്ടാ. ഞാൻ ഹായ് എന്നൊന്നും ഇതിന്ന് അയക്കട്ടെ. വെറുതെ ഇരിക്കുന്നു, വെറുതെ എൻ്റെ മോൻ കണ്ടുകൊണ്ടിരിക്കുക. ഭ്രാന്ത്. നിനക്ക് നോക്കാലോ. ഹായ്ന്ന് വിട്ടു. വന്നു കണ്ടോ, എൻ്റെ കമാൻഡ് വന്നു. സൗമ്യ എന്നാണ്? ഐശ്വര്യ എന്നാണ്. ഉറങ്ങാൻ പാടില്ല അനിക്കുട്ടി. ഉറങ്ങാൻ പാടില്ലെന്നോ? നല്ല കാര്യമായി വേട്ടാ, ഉറങ്ങണം വേട്ടാ. ആയി, എല്ലാത്തൊരു ചതിയായിപ്പോയി. ഒരു ഐഫോൺ അങ്ങ് വാങ്ങിക്കോ. പൈസ വേണ്ട ഏട്ടാ ഐഫോണിന്. അയ്യോ വയ്യ, ഇനി എന്താ ചെയ്യാ? വല്ലാത്തൊരു ചതിയായിപ്പോയി. ഹായ് അനിത, നാളെ ഫുൾ അവധിയാ. അതെല്ലേ, ഇതാരാടാ? ഞാനാണ് കേട്ടാ, ഇവിടെ നയിച്ചു വിട്ടതാണ്. എന്ത് ചെയ്യാനാ? ഹായ് മായി. വല്ലാത്തൊരു ചതിയായിപ്പോയി. വീടാണ്? ഫ്ലാറ്റാണ്? ഫ്ലാറ്റ് അല്ല, ഫ്ലാറ്റ് പോലെ അപ്പാർട്ട്മെന്റ്. ആദ്യം കടം പിന്നെ ഫോണ്. ഏട്ടാ, ഇനി ഫോണ് നമുക്ക് വാങ്ങിയാലേ പറ്റൂ. കാരണം ഈ ഫോൺ എപ്പോ കിട്ടുന്നൊന്നും എനിക്കറിയില്ല. ജയൻഗോപി ഏട്ടാ, അന്നമ്മ എൻ്റെ ഒപ്പം വരാൻ റെഡിയായിരിക്കും. അന്നമ്മ എൻ്റെ ഒപ്പം വരാൻ റെഡിയായിരിക്കും. ഇനി എനിക്ക് ടീച്ചറേയും കൂടി ഏറ്റെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പരിചയപ്പെട്ടാൽ കുഴപ്പമില്ല. ടീച്ചറുടെ കാര്യം പറ അനു. കമാൻഡ് പറയേട്ടാ. വായിച്ചു. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ശുഭേട്ടാ സുഖമാണ് ഏട്ടാ. ബാലമുരളി, സ്റ്റോറിങ് എൻ്റെ ഐ ലവ് യു ഡാർലിംഗ്. ഓക്കെ. ഹായ്, എന്താ പാലക്കാട്? എടുക്കടാ. EMI ആരിന്റെ EMI എടുക്കേണ്ടത്? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 6 മാസത്തെ
ഇതൊക്കെ വേണ്ടേ? സ്റ്റേറ്റ്മെന്റ് വേണം, പിന്നെ നമ്മുടെ ഈ ലോക്കൽ അഡ്രസ്സ് വേണം. അതൊന്നുമില്ല. എടുക്കുകയാണെങ്കിൽ പാലക്കാട് വന്ന് തന്നെ എടുക്കണം. ഒന്നും നടക്കില്ല കേട്ടാ, എനിക്ക് വയ്യ. കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം? കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം? ടീച്ചറെ ഞാൻ തിരക്കിയതായി പറയുക. ഓ പിന്നെന്താ, കുമരകം പറയാട്ടോ ചേട്ടാ, എടുത്തു പറ. കുമരകം എടുത്തു പറ. ഓക്കെ ഏട്ടാ. കൊച്ചുമോൻ TP കുമരകം എടുത്ത് പറഞ്ഞു കേട്ടോ. ടീച്ചറുടെ കാര്യം ലൈവിൽ ആദ്യം കൊണ്ടുവന്നത് ഞാനല്ലേ, എന്നിട്ടല്ലേ നിങ്ങളൊക്കെ അറിഞ്ഞത്? അതന്നെ. ഗുഡ് നൈറ്റ് കിട്ടു ചേച്ചി. നിങ്ങളെവിടെ? വീട്ടില്. ശിവരാത്രി ആശംസകൾ. അതോടുകൂടി വനിതാ ദിന ആശംസകൾ. ചുവപ്പാണ് അണിഞ്ഞു വന്ന എൻ്റെ പെങ്ങൾക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു ഏട്ടാ. ഒരു പെണ്ണ് വന്നാൽ എല്ലാവരും കൈ വയ്ക്കുന്നു. ശരി, അപ്പോൾ ഞാൻ പോവാണ് ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്. സമയം ഒരുപാടായി. ടാറ്റ, ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ കാണാം. അവസാനം ഞാനിവിടെ പറയുന്നു, പോകുന്നു, അങ്ങനെയല്ലേ പറയാ? എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയാ? പാലക്കാട് എവിടുന്നു? വീട്ടിൽ എന്നോ? മനസ്സിലായി. വീട്ടിലാണ് നന്ദകുമാരേട്ടാ. രവി ടീച്ചർ ഉറക്കമായോ? അറിയില്ല ശിബേട്ടാ, ഞാനും ഉറങ്ങാൻ പോണു. ഉറക്കം വരും. ഗുഡ് നൈറ്റ് ഡാർലിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരിയായ സാജനേട്ടാ, ഞാൻ മാത്രം പുള്ളി ഡീസൻ്റ്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. കിടന്നുറങ്ങി എന്ന് വിളിച്ചുണർത്തി ചോറില്ലെന്ന് പറഞ്ഞു. അത് ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഞാൻ പോകുന്നു. ശിവട്ട് പോകണം. ഗുഡ് നൈറ്റ് ഏട്ടാ. ഗുഡ് നൈറ്റ്. കുറച്ചു നേരം കൊണ്ട് പോകുമെന്ന് പറയുന്നു, പോകുന്നില്ല. പോകുന്നു. ഗുഡ് നൈറ്റ്. ഇപ്പൊ ഞാൻ ശരിക്കും പോകുന്നു. ഗുഡ് നൈറ്റ്. ഫിനിഷ്. പോയിട്ട് വരാം. നാളെ കാണാം ഉച്ചയ്ക്ക്. ഇജ്ജ് എന്നോട് പറഞ്ഞില്ല ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചെയ്യട്ടാ. ആരോടൊന്നും പറയുന്നില്ല ഇപ്പോ. ഹായ് ആനി, ഗുഡ് നൈറ്റ്. സുരേഷ് വെട്രവേൽ. പോകുന്നില്ല. അതാ പോകുന്നു. എന്താ പറ്റിയത്? ശിവട്ട നാളെ ഉച്ചയ്ക്ക് കാണാട്ടോ. ഓക്കെ, ടാറ്റ. ഗുഡ് നൈറ്റ്. ഹാവ് എ ഗുഡ് സ്ലീപ്പിംഗ്. ഓക്കെ ആർസി. രാജ്, ഗുഡ് നൈറ്റ് രാജ്. ഫിൽ പാക്കറ്റ്. അതൊരു ഇതല്ലേ? 7 മിനിറ്റ് കൂടി ഉണ്ട്. ഞായറാഴ്ച വൈകിട്ട് ലൈവ് കാണാമേ. അതെന്താ അങ്ങനെ? എന്നോട് പറഞ്ഞില്ല. രാധേട്ട ഗുഡ് നൈറ്റ്. ഇജ്ജ് വിഷമിക്കണ്ട. ഗുഡ്. പാതിരാക്കിളി. അനു പോകുന്നു. ഞാനും പോകുന്നു കേട്ടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഈ ഫോണിൽ ഫിനിഷ് ചെയ്തല്ലേ പിന്നെ. ഹായ്, ഗുഡ് നൈറ്റ് ബേബി. ഗുഡ് നൈറ്റ്. ടാറ്റാ. എവിടേക്കാ ടാറ്റ വളർത്തുമെന്ന് അറിയില്ല. ഡാൻകുട്ടി ഇജ്ജ് പോകണ്ട. ഞാൻ പോകണ്ടല്ലേ? അതെന്താ ഞാൻ പോയാല്? ഡയലോഗ് പറയും പോലെ. അതെന്താ ഞാൻ പോയാല്? ഞാൻ പറഞ്ഞതാണല്ലോ പോണെന്ന്. ബിനീഷന്റെ ടാറ്റ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗഫൂറേട്ട ഹായ്. എപ്പോ വരുന്നു? പോകുമ്പോഴാ? നല്ലത്. ഇറങ്ങി പോകൂ. അയ്യോ,
പോകും, അവിടെ ഇരിക്കടാ. അയ്യോ, ഇറങ്ങി പോകുമെന്ന് പറയുന്നു, ഒരാൾ ഇരിക്കുന്നു പറയുന്നു. ഞാൻ പോണു കേട്ടോ, സത്യം പോകുന്നു. ഒരുപാട് സമയമായി, ഫേസ്ബുക്ക് നിറഞ്ഞു പോകും. ശരി എന്നാ അന്നമ്മോ, എന്നാ ഗുഡ് നൈറ്റ്. ഓക്കെ രാധേട്ടാ, ഗുഡ് നൈറ്റ്.